أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെയും പോഷക സംഘടനകളുടെയും ബഹുമാന്യരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ശക്തമായ ചൂടാണ്. എവിടെ പോയാലും വഴിയോരത്തൊക്കെ നിൽക്കുമ്പോൾ തീർത്തും പരിചയമില്ലാത്ത ചില ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഏറെ പരിചയമുള്ളവരെ പോലെ നമ്മളോട് പറയും, ഭയങ്കര ചൂടാലേ. നമ്മൾ തിരിച്ചും പറയും, അതെ, ഭയങ്കര ചൂടാണ്. എല്ലായിടത്തും ചൂട് ഒരു ചർച്ചാ വിഷയമാണ്. ഇപ്പം ഇങ്ങനെ ചില സന്തോഷിപ്പിക്കുന്ന വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അടുത്ത ആഴ്ച വേനൽ മഴ പെയ്തേക്കും എന്നൊക്കെ. സത്യത്തിൽ ഈ ചൂട് ഇങ്ങനെ തന്നെ നിലനിൽക്കുകയും കുറച്ചുകൂടി ചൂടങ്ങനെ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പം നമ്മൾ വിചാരിക്കും ഞങ്ങൾ AC വെക്കുന്നു അല്ലേ. രാത്രി 11 മണിക്കെല്ലാം AC ഓഫാകാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. എന്താ കാരണം അറിയോ? വോൾട്ടേജ് പ്രശ്നമാണ്. എല്ലാ വീട്ടിലും AC ഒക്കെ വർക്ക് ചെയ്യുമ്പം വൈദ്യുതിക്കൊരു കണക്കില്ലേ, AC ആണ് ഓഫാവും. അങ്ങനെ ഇനിയുള്ള ആളുകളും കൂടി AC വെച്ചാൽ 11 മണി ആവില്ല, 9 മണിക്ക് AC ഓഫാവും. പിന്നെന്താ നമ്മൾ ചെയ്യുക? ഞാൻ കണ്ടിട്ടുണ്ട് ഗൾഫ് നാട്ടിലൊക്കെ അവിടെ പവർ കട്ട് അത്ര സംവിധാനം ഉണ്ടാവില്ല. പക്ഷെ ചില സമയത്ത് ഈ ജനറേറ്ററുകളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്കിൻ്റെ ഭാഗമായിട്ട് 2-3 കൊല്ലമൊക്കെ കൂടുമ്പോൾ അവിടെ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കിട്ടും. അത് 3-4 മാസങ്ങൾക്ക് മുമ്പേ കിട്ടും, ഇന്ന ദിവസത്തിൽ ഇത്ര സമയം വൈദ്യുതി ഉണ്ടാവില്ല. അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ഞാനൊക്കെ നോക്കി നിന്നിട്ടുണ്ട് ഈ നാട്ടിലത്തെ ആൾക്കാർ എന്താ ചെയ്യുക കറണ്ട് പോയാൽ. അപ്പോൾ അത്ര സമയത്തൊക്കെ അവർ ചെയ്യുന്നത് എന്താ അറിയോ? വീട്ടിൽ നിന്ന് കുടുംബസമേതം വാഹനത്തിലിറങ്ങിയിട്ട് വാഹനത്തിൻ്റെ AC പ്രവർത്തിപ്പിച്ച് ഒന്നുകിൽ അവരങ്ങനെ പുറത്ത് വാഹനത്തിൽ ഇരിക്കുക കിടക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വല്ല കടപ്പുറത്തോ മറ്റോ ഒക്കെ പോയിട്ട് ആ സമയം കഴിച്ചിട്ട് അവർ തിരിച്ചു വരും. ഇത് അവരുടെ ജീവിതത്തിൽ 2-3 കൊല്ലത്തിൽ എപ്പോഴേലും ഒന്നുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് ഈ ചൂടിങ്ങനെ കൂടി വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ എന്ത് മാർഗമാണ് മനുഷ്യൻ്റെ കയ്യിലുള്ളത്? അല്ല, എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങളായി. ചൂടും തണുപ്പുമൊക്കെ അന്ന് മുതലേ മനുഷ്യന്മാർ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് ചൂട് കൂടുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഇന്നുവരെ മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്താപ്പോൾ ചൂട് കൂടിയപ്പോൾ നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ആൾക്കാരൊക്കെ എന്താ പറഞ്ഞേ? ഇന്ന മരുന്ന് കുടിച്ചാൽ ചൂടിനെ പ്രതിരോധിക്കാന്നാ പറഞ്ഞേ? അല്ലല്ലോ. 11 മണി മുതൽ 3 മണി വരെ പുറത്തേക്ക് ഇറങ്ങരുത്, വെള്ളം ധാരാളമായി കുടിക്കുക, വെയിൽ നേർക്ക് നേരെ കൊള്ളരുത്, അഥവാ വെയിലത്ത് നിൽക്കുമ്പോൾ ഭയങ്കരമായ ക്ഷീണം തോന്നിയാൽ തണലിലേക്ക് മാറുക, ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കുക, നാൽക്കാലികളെയൊക്കെ തണലത്തേക്ക് കെട്ടാൻ ശ്രദ്ധിക്കുക. ഇന്നലെ ആരോ ഒരു വാർത്ത അയച്ചു, ചൂടുകൊണ്ടേ നിർത്തിയിട്ട ബൈക്കിൻ്റെ സീറ്റ് കത്തിയത്രേ. ചൂടുകൊണ്ടേ എന്താ ഇപ്പം അങ്ങനെ ചൂടായ കാട്ടുക? നടന്നു പോകുമ്പോൾ ചൂടുകൊണ്ട് നമ്മുടെ പോളിസ്റ്ററിൻ്റെ കുപ്പായത്തിനൊക്കെ തീ പിടിക്കാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാം? എന്തെങ്കിലും മാർഗം നമ്മുടെ മുമ്പിലുണ്ടോ? 1 ചൂട്, 2 ചൂടൊക്കെ കഴിഞ്ഞ് മഴ ഇങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. പെരും മഴ, തോരാതെ മഴ പെയ്യുക, വെള്ളം ഇങ്ങനെ പൊന്തി റോഡിന്ന് പൊന്തി നമ്മുടെ വീടുകളിലേക്കൊക്കെ ആ വെള്ളം ഇങ്ങനെ കയറി എല്ലായിടത്തും വെള്ളമായി. എന്നിട്ടും നൂഹ് നബിൻ്റെ കാലത്തെ പോലെ എന്നിട്ടും മഴ പെയ്യുന്നേ. എന്താ ചെയ്യാൻ പറ്റുക?
ആ പെയ്യുന്ന മഴയെ തടഞ്ഞു നിർത്താനോ ആ മഴവെള്ളം ഭൂമിയിലേക്ക് എത്താതെ നോക്കാനോ എന്തെങ്കിലും മാർഗം മനുഷ്യൻ്റെ കൈവശമുണ്ടോ? ഞങ്ങളുടെ നാടൊക്കെ ഈ മലയോര പ്രദേശങ്ങളായതുകൊണ്ടും പ്രകൃതി പ്രകൃതി ലോല പ്രദേശങ്ങളായതുകൊണ്ടും ഈ മണ്ണിടിച്ചിലുകൾക്കും അതേപോലെ ഈ പുഴയിലൊക്കെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവാനുമൊക്കെ സാധ്യത ഉള്ളത് കൊണ്ടും നന്നായിട്ട് മഴ പെയ്യുമ്പോൾ ആൾക്കാർക്കൊക്കെ പേടിയാവും. ഇങ്ങനെ പേടിക്കുന്ന സമയത്ത് ഈ പഞ്ചായത്ത് ഭരണാധികാരികളൊക്കെ ഒരു ജീപ്പിൻ്റെ മേലെ മൈക്ക് കെട്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒക്കെ ഒരു അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വരും. അതെന്തിനറിയോ? ആളുകളെ സമാധാനിപ്പിക്കാനാണ്. എന്താ സമാധാനിപ്പിക്കുന്ന അറിയോ? ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമ്മൾ സജ്ജമാണ്. ആര് സജ്ജമാണ്? നമ്മുടെ ഭരണകൂടങ്ങൾ സജ്ജമാണ്. ഈ പെരും മഴ പെയ്താൽ ആ മഴ കൊണ്ടുണ്ടാകുന്ന ദുരന്തത്തെ അതിജീവിക്കാൻ എന്താണ് സർക്കാരിന് ചെയ്യാൻ പറ്റുക? പോലീസുകാരോ പട്ടാളക്കാരോ നിരത്തിയത് കൊണ്ട് ആ വെള്ളം കയറാതിരിക്കോ? ടാങ്കുകളോ അല്ലെങ്കിൽ തോക്കുകളോ ബോംബുകളോ ഉപയോഗിച്ചത് കൊണ്ട് ഈ ആകാശത്ത് നിന്ന് പെയ്യുന്ന വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി വരാതിരിക്കോ? അല്ലെങ്കിൽ കുന്നിടിഞ്ഞു വരുന്ന ആ മണ്ണിൻ്റെ പെരുമൊഴുക്കിനെ തടയാൻ നമ്മുടെ നാട്ടിലെ ഏത് സംവിധാനങ്ങൾക്ക് പറ്റുക? അപ്പോൾ ഇത്തരം മനുഷ്യനെ കുഴക്കിക്കളയുന്ന, മനുഷ്യനെ പൂർണ്ണമായിട്ടും കീഴടക്കി കളയുന്ന ഇത്തരം കാര്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കേണ്ടത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ ചൂട് അള്ളാഹു ഉണ്ടാക്കിയ ചൂടാണതല്ലേ? അള്ളാഹിൻ്റെ ചൂടാണുള്ളത്. ഈ പാവപ്പെട്ട നമ്മളെ എന്തിനാ അള്ളാഹു ഇങ്ങനെ ചൂടാക്കണേ? അള്ളാഹ്ക്ക് അറിയില്ലേ ഈ ചൂട് കൊണ്ട് ഇറങ്ങി നടക്കാൻ വയ്യാത്ത, വീട്ടിൽ വീണുപോയ, തളർന്നു പോയ, ഇടങ്ങേറാകുന്ന, ഒരു ഫാന് പോലും ഇല്ലാത്ത ചെറിയ വീടിൻ്റെ ഉള്ളിൽ കരിമ്പടക്കെട്ടുകളിൽ വേർത്തൊലിച്ച് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ വയോവൃദ്ധന്മാരും വൃദ്ധകളുമൊക്കെ ഈ നാട്ടിലിരുന്ന് പടച്ചോനെ പടച്ചോനെ എന്ന് വിളിക്കുമ്പോഴും എന്തിനാ അള്ളാഹു മനുഷ്യന്മാരെ ഈ ചൂട് കൊണ്ട് ഇത്ര ഇടങ്ങേറാക്കണേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്നിൽ വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പച്ച പരമാർത്ഥമുണ്ട്. ഈ ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുക? ഇത്ര ചൂട് ഈ വർഷം ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അല്ലേ? നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര ചൂടുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4-5 വേനൽ മഴകളൊക്കെ പെയ്ത് തണുപ്പിക്കും. ഇങ്ങനെ ഒരു ചൂടുണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മൾ പറയും അപ്രതീക്ഷിതമായിട്ടാണ് ആ പെരും മഴ പെയ്തത്, അങ്ങനെ ഒരു മഴ പെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്നത് സത്യം. പക്ഷേ അത് ആര് നിശ്ചയിച്ചതാണ്? ഈ ചൂടും മഴയൊക്കെ അള്ളാഹ് നിശ്ചയിച്ചതാണല്ലോ. ഇന്ന സമയത്ത് ഇന്ന നാട്ടിൽ കൊടുംചൂടുണ്ടാവണം, ആ ചൂട് ഇത്ര കാലം നിലനിൽക്കണം, ആ ചൂടിൽ ഇത്ര ആൾ മരിക്കണം. ഇതൊക്കെ അള്ളാഹിൻ്റെ തീരുമാനമല്ലേ? അള്ളാന്റെ തീരുമാനമല്ലാതെ ഈ ലോകത്ത് ഈ ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പോലും താഴേക്ക് വീഴുന്നില്ല എന്ന് മനസ്സിലാക്കി വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും? അപ്പൊ പിന്നെ എന്തിനാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാക്കണേ? വെടിക്കെട്ട് അപകടത്തിൽ എത്ര ആൾക്കാരെ മരിച്ച്? വിനോദയാത്രക്ക് പോയ വാഹനം മറിഞ്ഞ് എത്ര അധ്യാപകരെ മരിച്ച്? ഇസ്രായേൽ ഫലസ്തീൻ പോരാട്ടത്തിൽ എത്ര ആയിരങ്ങളാണ് മരിച്ച്? ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തിൽ എത്ര ആയിരങ്ങളാണ് മരിച്ച്? ഇതൊന്നും പടച്ചോൻ അറിയാതെ നടക്കുന്ന കാര്യങ്ങളല്ലോ. ഇതൊക്കെ അറിയുമെന്ന് അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലേ? അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഈ പ്രപഞ്ചത്തിലാവട്ടെ നിങ്ങളുടെ ശരീരത്തിലാവട്ടെ ഏതൊരു കാര്യം നടക്കുന്നുണ്ടോ അത് നേരത്തെ അള്ളാഹു നിശ്ചയിച്ചതാണ്, അത് അള്ളാഹു നേരത്തെ കണക്കാക്കിയതാണ്. അതല്ലാത്ത ഒരു കാര്യം എൻ്റെ ശരീരത്തിൽ വെറുതെ മുഴ ഉണ്ടായി, എന്താണ് ആ മുഴ? ഞാൻ വെറുതെ അങ്ങനെ പരിശോധിച്ച് പിന്നെയും പരിശോധിച്ച് 4ാമത്തെ 5ാമത്തെ ആഴ്ചയിൽ ചുരുട്ടിപ്പിടിച്ച കടലാസുമായിട്ട് RCCയുടെ വരാന്തയിലേക്ക് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വരി നിൽക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണ്. അപ്പോൾ നമ്മൾ പറയും ഒട്ടും വിചാരിച്ചില്ല കേട്ടോ, നല്ല സുഖമായിട്ട് ജീവിക്കുന്നവർ പെട്ടെന്നല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ നോക്കുമ്പോൾ 4ാമത്തെ സ്റ്റേജും കഴിഞ്ഞിക്കണമല്ലോ, ഇനി എന്താ ചെയ്യാലേ എന്ന് മനുഷ്യന്മാർ അത്ഭുതം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരായത്താണ്. മിക്കവാറും ആളുകൾക്ക് ആ ആയത്ത് മനപ്പാടം ഉണ്ടാവും. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്,
രാപ്പകലുകൾ മാറി വരുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിന് നടക്കുന്ന ആ കാര്യങ്ങളിലൊക്കെ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് കുറേ പാഠങ്ങൾ പഠിക്കേണ്ടതാ. നിങ്ങൾ ഇങ്ങനെ വെറുതെ ആലോചിച്ച് നോക്കണ്ടി, എന്തിനാണ് ഈ ലോകത്ത് കുറേ സമാധാനങ്ങൾ, കുറേ അസമാധാനങ്ങൾ, കുറേ സന്തോഷങ്ങൾ, കുറേ സങ്കടങ്ങൾ, കുറേ ലാഭങ്ങൾ, കുറേ നഷ്ടങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് ലോകം സംഭവ ബഹുലമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലദീന യദ്കുറൂനല്ലാഹ, ഇരുന്നും നിന്നും കിടന്നും ഒക്കെ അള്ളാഹുവിനെ കുറിച്ചും ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവര് അവസാനം എത്തിപ്പെടുന്ന ഒരു സംഭവം എന്താണ്? ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവേ ഇല്ല എന്നിടത്തല്ല എത്തുക. അത് ബുദ്ധിയില്ലാത്തവന്റെ കണ്ടെത്തല. ബുദ്ധിയുള്ള മനുഷ്യന്മാർ കണ്ടെത്തും, പടച്ചോനെ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ, പടച്ചോനെ ഇതൊന്നും വെറുതെ ഒരു രസത്തിന് നീ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലല്ലോ. വെറുതെ നമ്മളിങ്ങനെ കടല കുറിക്കുന്ന പോലെ അള്ളാഹ്ക്ക് ഒരു തമാശ തോന്നി, ഫലസ്തീനിൽ 40,000 മരിക്കട്ടെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറാനിൽ ഒരു 25,000 മരിക്കട്ടെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ബസ് വന്നൊരു 10 ആൾ മരിക്കട്ടെ, പിന്നെ അപ്പുറത്ത് ഒരു വെടിക്കെട്ടിൽ 12 ആൾ മരിക്കട്ടെ. ഇത് അള്ളങ്ങനെ ഒരു രസത്തിന് തീരുമാനിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു തമാശക്ക് വേണ്ടി അള്ളാഹു ചെയ്യുന്ന സംഗതിയാണോ അത്? അല്ല. അതിൻ്റെ ഒക്കെ പിന്നിൽ വളരെ കൃത്യമായ ചില പാഠങ്ങളുണ്ട്. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ, പടച്ചോനെ ഇതൊക്കെ നീ വെറുതെ ഉണ്ടാക്കിയതല്ലല്ലോ. വഖിനാ അദാബന്നാർ, പടച്ചോനെ എല്ലാത്തിനും അപ്പുറം നീ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഭീകരമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം കേട്ടോ. എന്തെങ്കിലും മനസ്സിലായത്? ഈ ലോകത്ത് നടക്കുന്ന ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരേണ്ട തേട്ടം എന്താ? നിങ്ങൾ പടച്ചോനെ നരകത്തുനിന്ന് കാക്കണം കേട്ടോ. കാരണം ഈ ലോകത്ത് നമ്മൾ കാണുന്ന ദുരന്തങ്ങളൊന്നും സത്യത്തിൽ ദുരന്തങ്ങളല്ല, നരകമെന്ന ദുരന്തവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് അത്ര ഭീകര. നമ്മൾ ഈ ചൂട് ശക്തമായ സമയത്ത് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു സംഭവമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോയതിൻ്റെ 9-ാം വർഷത്തിൽ പിന്നെ ഒരു യുദ്ധമുണ്ടായിട്ടുണ്ട്. അതിശക്തമായ വേനൽ ചൂട് നിലനിൽക്കുന്ന കാലത്താണ് ആ യുദ്ധമുണ്ടായത്. ഹിജ്റ 9-ാം വർഷം. റോമാ സാമ്രാജ്യത്തിലെ ഒരു വിഭാഗം ഇസ്ലാമിക രാജ്യത്തെ അതിക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ഒരു യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്താൻ ആവശ്യപ്പെടുകയാണ്. തബൂക്കിലേക്കാണ് സൈന്യത്തെ അയക്കുന്നത്. സൗദി അറേബ്യയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, സൗദി അറേബ്യയിലെ ഏറ്റവും ദുർഘടമായ പ്രദേശങ്ങളിൽ ഒന്നാണ് തബൂക്ക്. ഒരു മരുഭൂമിയുടെ മുഴുവൻ ഭീകരതയുമുള്ള ഒരു പ്രദേശം. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് യാത്ര പോകണമെങ്കിൽ തന്നെ ദുർഘടമായ യാത്രയാണ് മദീനയിൽ നിന്ന് തബൂക്കിലേക്കുള്ള ആ യാത്ര. അതുകൊണ്ട് തന്നെ ഈ ജയ്ഷുൽ ഉസ്ര, പ്രയാസത്തിൻ്റെ സൈന്യം എന്നാണ് ആ സൈന്യത്തിന് പേര് കിട്ടിയത് തന്നെ. അത്ര പ്രയാസ തബൂക്കിലേക്ക് യാത്ര ചെയ്യാൻ. ഇപ്പം തന്നെ നമ്മൾ ബസ് മാർഗമോ കാറ് മാർഗമോ ഒക്കെ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് യാത്ര പോകുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ എത്രമാത്രം കഠിനമാണെന്നറിയങ്ങൾ. അതിശക്തമായ ഒരു ചൂടുള്ള കാലത്തായിരുന്നു ഈ യുദ്ധം നടക്കാൻ പോണെ. പ്രവാചകൻ മുസ്ലിങ്ങളോട് പറഞ്ഞു, തബൂക്കിലേക്ക് പുറപ്പെടണം, റോമാ സാമ്രാജ്യത്തിനെതിരെ ഒരു പട നയിക്കണം. വളരെ പ്രയാസമുള്ള കാര്യം. ഇപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയണേ, നമുക്ക് പിന്നെ കോഴിക്കോട് ഒരു സമ്മേളനം ഉണ്ട്, നിങ്ങളെല്ലാവരും പോരണം പറഞ്ഞാൽ എന്താ പറയുക? ഓ മൗലവി നടക്കൂല, മൗലവി ഭയങ്കര ചൂടല്ലേ, ഇപ്പോഴൊക്കെ കോഴിക്കോട്ടേക്കൊക്കെ ബസ്സിന് പോകാറുണ്ട്, ട്രെയിനിന് ടിക്കറ്റ് കിട്ടൂല, അതുകൊണ്ട് പെരും ചൂടാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റൂല. നിങ്ങളൊക്കെ പറയും, പറഞ്ഞില്ലെങ്കിലും നിങ്ങളാരും വരൂല. അതേപോലെ മനസ്സിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്ത ചില ആൾക്കാർ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിയ മുസ്ലിങ്ങളോട് പറഞ്ഞു, വഖാലു ലാ തൻഫിറൂ ഫിൽ ഹർ, പോണ്ടട്ടോ പോണ്ട, പെരും ചൂടാണ്, പെരും ചൂടാണ്, സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇപ്പം അതിന് ഇറങ്ങി പുറപ്പെടണ്ട എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ അതിന് അള്ളാഹ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അള്ളയാണ് റസൂലല്ല.
മറ്റുള്ള ആൾക്കാരുമല്ല മറുപടി കൊടുത്തേ, അള്ള കൊടുത്ത മറുപടി ഖുൽ, നബിയെ പറയണം, നാറു ജഹന്നമ അശദ്ദു ഹർറാ. നാറു ജഹന്നം, നരകത്തിൻ്റെ ചൂട്, നരകത്തിലെ തീയ്, അതിൻ്റെ ചൂട് അശദ്ദു ഹർറാ, ഏറ്റവും ശക്തമായ ഏറ്റവും കഠിനമായ ചൂടാണ് ആ നരകത്തിൻ്റെ ചൂട്. അത് നിങ്ങൾ മറക്കണ്ട കേട്ടോ. അപ്പൊ ഈ ലോകത്ത് ഏറെ പ്രയാസകരമായ ഏതവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും, അത് ചൂടാവാം, ചിലപ്പോൾ മഴയാവാം, ചിലപ്പോൾ രോഗമാവാം, ചിലപ്പോൾ ശാരീരിക പ്രയാസങ്ങളാവാം, ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാവാം, ചിലപ്പോൾ കുടുംബത്തിലെ ഒറ്റപ്പെടലുകളാവാം, എന്തായിക്കോട്ടെ, അത്തരം പ്രയാസങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടേണ്ടത്, നരകത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഇതിനേക്കാൾ എത്രയോ ഭീകരമാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. അതെ, നമ്മളിങ്ങനെ നല്ല ഒരു റോഡ്, ഒരു 6 ട്രാക്ക് എക്സ്പ്രസ് ഹൈവേ റോഡാണ്. ആ റോഡിലൂടെ ഇങ്ങനെ ഒരു 140, 50, 160 വേഗതയിൽ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുക. ആക്സിലേറ്ററിൽ കാലിങ്ങനെ അമർത്തി ഓടിച്ചു പോകുകയാണ്. റോഡിന്റെ നടുവിൽ ഇങ്ങനെ ലോഹം കൊണ്ടുള്ള ചില വസ്തുക്കൾ പതിച്ചിട്ടേ ഒരു സ്പീഡ് ബ്രേക്കറുകൾ കട്ട 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 കെട്ടാറിഞ്ഞ് വണ്ടിന്റെ സ്പീഡ് കുറഞ്ഞ് ഇങ്ങനെ വരും. അപ്പം നമുക്ക് ദേഷ്യം വരും. എന്തിനാപ്പോൾ ഈ സുഖമായിട്ട് പോണ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഹമ്പിട്ടത്? എന്തിനാ അവിടെ നമ്മുടെ സ്പീഡിനെ ബ്രേക്ക് ചെയ്യുന്ന ഈ സംവിധാനം എന്തിനാണ്? അപ്പം അങ്ങനെ നോക്കുമ്പോൾ കാണാം തൊട്ടടുത്തൊരു ബോർഡ്, സ്കൂള്. അവിടെ സ്കൂളുണ്ട്, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വാഹനത്തിൻ്റെ വേഗത കുറക്കണം. അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു വലിയ പട്ടണമുണ്ട്, ജനസാന്ദ്രതയുള്ള പട്ടണമാണ്, അതുകൊണ്ട് വാഹനത്തിൻ്റെ വേഗത കുറക്കണം. അല്ലെങ്കിൽ ഒരു ആശുപത്രി ഉണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തേക്കാം, വാഹനത്തിൻ്റെ വേഗത കുറക്കണം. നമ്മുടെ ജീവിതം വെറും സുഖമുള്ള ജീവിതമാകുമ്പോഴേ നമ്മളൊക്കെ മറക്കും. അള്ളാനെ മറക്കും, പരലോകത്തിനെ മറക്കും, ജീവിത ലക്ഷ്യത്തെ മറക്കും, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറക്കും. അങ്ങനെ മറന്നു പോകുമ്പോൾ നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ജീവിതത്തിൽ ചില സ്പീഡ് ബ്രേക്കറുകൾ ഉണ്ടാക്കും. ആ ബ്രേക്കറുകളാണ് ഈ അപകടങ്ങളും, ഈ ഭൂമി കുലുക്കങ്ങളും, ഈ പെരുമഴയും, ഈ പെരുംചൂടും, ഈ സാമ്പത്തികമായ ക്രൈസിസുകളും ഒക്കെ. അതിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഗതി എന്താ? അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ് ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്നതിനേക്കാൾ ഏറ്റവും ഭീകരമായിട്ടുള്ളത് എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നമ്മളൊക്കെ വളരെ ശിശുക്കളാണ്. അതുകൊണ്ട് അഹങ്കാരത്തിൻ്റെ കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് വിനയത്തിൻ്റെ താഴ്വരയിലേക്ക്, റബ്ബിൻ്റെ മുമ്പിലേക്ക് കീഴടങ്ങിക്കൊണ്ട് വന്നോളൂ എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ നരകത്തിലേക്ക് മനുഷ്യന്മാരെങ്ങനെ പിടിച്ചുകൊണ്ട് മലക്കുകൾ നരകത്തേക്ക് ഇങ്ങനെ കുത്തി നിറക്കുകയാണ്. നമ്മളൊക്കെ ഈ പിന്നെ എന്താ പറയുക, പോൾട്രി ഫാമിൽ നിന്ന് കോഴികളെ പിടിച്ചിട്ടേ ആ ഇരുമ്പിൻ്റെ പെട്ടിയിലേക്ക് ഇടുന്ന നിങ്ങൾ കണ്ടുക്കണോ? അതിക്ക് ഇടുമ്പോൾ ആ കോഴികൾ ഇങ്ങനെ കൊതറി പുറത്തേക്ക് ചാടാൻ നോക്കും. അപ്പോൾ അവർ പിടിച്ചു കാണാൻ ഉള്ളിൽ കണ്ട് തിരികിടും, ആ കോഴിനെ ഉള്ളിൽ കുടുക്കിടും. അതേപോലെ നരകത്തേക്ക് മനുഷ്യന്മാരെ പിടിച്ചിടുമ്പോൾ ആ നരകത്തിൻ്റെ ചൂടുന്ന്, ആവിന്ന് മനുഷ്യന്മാരിങ്ങനെ പുറത്തേക്ക് തെറിച്ചു പോകാൻ നോക്കുമ്പോൾ അതിലേക്ക് ഇങ്ങോട്ട് അമർത്തി ഉള്ളിലേക്ക് ഇടുമ്പോൾ ആ മലക്കുകൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൂറത്തുൽ മുൽക്കിലാണ്. എന്താണ് ആ ചോദ്യം? അലം യഅ്തികും അല്ല എന്ത് നദീറാണ്? ഓക്കെ, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. ഈ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ഭീകരമായ ദിവസവും, ഇങ്ങനെ ഒരു ഭീകരമായ നരകവും, ഇങ്ങനെ ഒരു ഭീകരമായ ശിക്ഷയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണേണ്ടി വരും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ, നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ മുന്നറിയിപ്പുകാരൊന്നും നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരുന്നില്ലേ? അല്ല ചോദിക്കാണ്. അപ്പൊ ആ മനുഷ്യന്മാരെ മറുപടി എന്താ അറിയോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. വന്നിരുന്നു, കുറേ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവിടെ 10 ആൾ മരിച്ചോലോ, എൻ്റെ വീട്ടിലാരും മരിച്ചിട്ടില്ലല്ലോ. ഇവിടെ 50,000 ആൾക്കാർ മരിച്ചോലോ, എൻ്റെ കുടുംബക്കാരും മരിച്ചിട്ടില്ലല്ലോ. അവിടെ കുറേ ആൾക്കാർ പട്ടിണി കിടന്ന് മരിച്ചോലോ, എൻ്റെ വീട്ടിലാരും മരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഒന്നിനെയും ശ്രദ്ധിച്ചില്ല, ഞാൻ ഒന്നിനും വില കൽപ്പിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നീ ദുരന്തത്തിലെത്തിയത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, മരണത്തെക്കാൾ വലിയ ഒരു മുന്നറിയിപ്പുകാരൻ വരാല്ലെന്നാ. അപ്പുറത്താൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ
ആ വാർത്ത നമുക്ക് നൽകുന്ന മുന്നറിയിപ്പിനോളം ശക്തമായ ഒരു മുന്നറിയിപ്പ് ലോകത്ത് വേറല്ലെന്ന. അപ്പൊ ഇന്നലെ ദമാമിൽ 2 ആളുകൾ ഹൃദയാഘാതം മൂലം മരിച്ചു എന്നാ. ആരായിരിക്കും ആ 2 ആളുകൾ? നമ്മളൊക്കെ പോലത്തെ, നിങ്ങളൊക്കെ പോലത്തെ, നിങ്ങളുടെ വീട്ടിലെ കുടുംബം പോറ്റാൻ വേണ്ടി മരുഭൂമിയിൽ പോയിട്ട് പണിയെടുത്ത് ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കി കിടന്നുറങ്ങുന്ന 2 ആളുകൾ നേരം പുലർന്നപ്പോൾ എണീറ്റില്ല. എന്തേത്? അവർ മരിച്ചു. അവർ മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കേണ്ട പാഠം എന്താണ്? പടച്ചോനെ, നാളെ ഇപ്പം ഞാനും ഉറങ്ങുമല്ലോ, നാളെ രാവിലെ ഞാൻ ഉണർന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത എന്നെപ്പറ്റിയും പേപ്പറിലൊക്കെ വരുമല്ലോ, എൻ്റെ നാട്ടുകാർ വിവരം അറിയുമല്ലോ, എൻ്റെ ഭാര്യയും മക്കളും കരയുമല്ലോ, എൻ്റെ കുടുംബക്കാരൊക്കെ കൂടുമല്ലോ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ പന്തൽ കെട്ടുമല്ലോ, എനിക്ക് വേണ്ടി പള്ളിയിൽ കബറ് കുത്തുമല്ലോ, അതിലേക്ക് എൻ്റെ മയ്യത്തിറക്കി വെച്ച് മണ്ണിട്ട് എല്ലാവരും മറങ്ങുമല്ലോ, ഞാൻ എന്ന ചരിത്രം അതോടുകൂടി അവസാനിക്കുമല്ലോ. നമ്മൾ ആലോചിക്കാറുണ്ടോ? ഒരു മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ആ മരണത്തെ നമ്മളുമായിട്ട് ചേർത്ത് വെക്കാറുണ്ടോ? നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരല്ലേ പലരും മരിച്ചത്? നമ്മുടെ അത്ര പോലും രോഗങ്ങളില്ലാത്തവരല്ലേ നമ്മുടെ മുമ്പേ മരിച്ചുപോയത്? നമ്മുടെ അത്ര പോലും പ്രയാസങ്ങളില്ലാത്തവരല്ലേ നമ്മുടെ കൺമുമ്പിലൂടെ നമ്മോട് യാത്ര ചോദിച്ചത് അല്ലേ? അപ്പോ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ, ഒരിത്തിരി ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് വലിയ മുന്നറിയിപ്പുകളാണ്. വലിയ മുന്നറിയിപ്പുകളാണ്. ഈ 2 മുന്നറിയിപ്പ്, ഒന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്, ഇതൊക്കെ ചെയ്യുന്ന അള്ളാഹുവിന് ഇതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ നമ്മളെ ശിക്ഷിക്കാനാവും. 1. 2, ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്ര നിസ്സഹായൻ. നോക്കൂ നിങ്ങൾ, സാമ്പത്തിക രംഗത്ത് ലോകത്ത് സാമ്പത്തികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന എത്രമേൽ യൂണിവേഴ്സിറ്റികളും സാമ്പത്തിക രംഗത്ത് വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എത്ര വലിയ ശാസ്ത്രജ്ഞന്മാരും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള കാലാത്. പക്ഷേ സാമ്പത്തികമായി തകർന്നടിഞ്ഞില്ലേ ലോകത്തിൻ്റെ വലിയൊരു ഭാഗം? പണങ്ങനെ കുറുന്നനെ ഒഴുകി വന്നിരുന്ന പെട്രോളിൽ നിന്ന് പണങ്ങനെ ഒലിച്ചിറങ്ങി ആ പണം എന്ത് ചെയ്യണമെന്നറിയാതെ ലോകത്തിനെ അമ്പരപ്പിക്കാൻ വേണ്ടി പടുക്കൂറ്റൻ കെട്ടിടങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാക്കിയിരുന്ന രാജ്യങ്ങളൊക്കെ എന്തേ സംഭവിച്ചത്? അവിടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരില്ലായിട്ടാ, സാമ്പത്തിക രംഗത്ത് ഗവേഷണ സ്ഥാപനങ്ങളില്ലാഞ്ഞിട്ടാ, സാമ്പത്തിക രംഗത്തെ ഉയർച്ച താഴ്ചകളെ പറ്റി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റികൾ ഇല്ലാഞ്ഞിട്ടാ? അല്ലല്ലോ. ഒരു സ്വർണ്ണ കച്ചവടക്കാരന് ഞാൻ ചോദിച്ചു, സ്വർണത്തിൻ്റെ വിലയ്ക്ക് എന്താ സംഭവിക്കണേ? അദ്ദേഹം പറഞ്ഞു, ഒന്നും പറയാൻ പറ്റില്ല, കൂടുവോ കുറയോ ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് പൊന്തിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഈ പൊന്തൽ അധികം നിൽക്കൂല, താവൂട്ടോ. അത് പിന്നെ മേലക്കണ് പോയി. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ഇനി 2 ലക്ഷത്തിലെത്തിയിട്ടേ നിൽക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ വന്ന് കീപ്പട്ടിന് വന്ന് അല്ലേ? ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് ഇങ്ങനെയാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഏത് സംവിധാനത്തിന് സാധിക്കാം? ആർക്കാ പറ്റുക? ആർക്കും പറ്റില്ല. ഒക്കെ ആയേക്കാം, അങ്ങനെ ആയേക്കാം, ഇങ്ങനെ ആയേക്കാം, അതിന് സാധ്യതയുണ്ട്, ഇതിന് സാധ്യതയുണ്ട് എന്നിങ്ങനെ സാധ്യതകളിൽ ഇപ്പൊ നോക്കിങ്ങൾ, പ്രകൃതിയിൽ മനുഷ്യന്മാർ ശൂന്യാകാശത്തേക്ക് ബില്യൺ കണക്കിന് ഡോളറുകൾ ഉപയോഗിച്ച് മനുഷ്യന്മാർ ആകാശത്തേക്ക് കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കും. ഇപ്പൊ ഇന്ത്യ ഈ അടുത്ത് ആകാശത്തിലേക്ക് എത്രയോ കോടി ചെലവഴിച്ച് കൃത്രിമ ഉപഗ്രഹം അയച്ചു. ആ കൃത്രിമോപഗ്രഹത്തിന്റെ ലക്ഷ്യം എന്താ? നിങ്ങൾ കാലാവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടാനാ. നമ്മുടെ നാട്ടിൽ ഇത്ര വരെയായിട്ടെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു മഴയെക്കുറിച്ച്, ഒരു കാലാവസ്ഥയെക്കുറിച്ച് ശരിയായ തെറ്റാത്ത ഒരു പ്രവചനം നടത്താൻ ആരെ കൊണ്ട് സാധിക്കുക? ലക്ഷങ്ങൾ മുടക്കിയിട്ട് അല്ലെങ്കിൽ കോടികൾ മുടക്കിയിട്ട് ടിക്കറ്റ് വിറ്റ് നടത്തുന്ന ക്രിക്കറ്റ് മാച്ചുകൾ മഴ കാരണം മാറ്റിവെച്ചു. എന്തേ കാരണം? അന്നത്തെ ദിവസം മഴ പെയ്യുമോ എന്നറിയാൻ ഒരു ഉപാധിയും മനുഷ്യന്റെ കൈകളിലില്ല. കോടികളുടെ ടിക്കറ്റ് വിറ്റ് 10,000-കണക്കിന് ആളുകൾ കാണാൻ വന്ന ഫുട്ബോൾ മത്സരങ്ങൾ മഴ മൂലം മാറ്റിവെച്ചു. എന്തേ കാരണം? ഒരു നിവൃത്തിയില്ല അറിയാൻ മനുഷ്യന്റെ മുമ്പിൽ. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നിങ്ങളൊക്കെ പടച്ചോന്റെ മുമ്പിൽ വെറും ഫക്കീറന്മാരാട്ടോ. ഈ ദുന്യാവ് അള്ളാന്റെ ഉള്ളം കയ്യിലാ. അത് അള്ള എന്തും ചെയ്യും. അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ അല്ലാഹു തആല മനുഷ്യർക്ക് അറിവായി കൊടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് എന്താ അറിയാം?
മനസ്സിനെ കുറിച്ച് നമുക്ക് എന്താ അറിയാം? നിങ്ങൾക്കറിയോ? മനസ്സെന്താന്ന് ഇതുവരെ മനുഷ്യന് പിടുത്തം കിട്ടിയില്ല. ഉറക്കം എന്താന്ന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. സ്വപ്നങ്ങൾ എന്താണെന്ന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഒക്കെ പോട്ടെ, ജീവൻ എന്നാൽ അതെന്താണ് എന്ന് പോലും ആയിരക്കണക്കിന് വർഷങ്ങളായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്, ശാസ്ത്രത്തിന് എന്താണ് ജീവൻ എന്ന് പറയാൻ പറ്റിയിട്ടില്ല. എന്താണ് മരണമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്താണ് സ്വപ്നം, എന്താണ് ഉറക്കം, എന്താണ് മനസ്സ്, ഇതൊന്നും നിർവചിക്കാൻ ഈ കാലം ഇത്രയായിട്ടും മനുഷ്യർക്കായിട്ടില്ല. അള്ളാഹു തആല പറയുന്നുണ്ട്, അറിവ്, മനുഷ്യർക്കുള്ള അറിവ് എന്നത് അള്ളാഹു വളരെ കുറച്ചു മാത്രമേ നൽകിയിട്ടുള്ളൂ. പക്ഷെ മനുഷ്യന്മാർ ചിലപ്പോൾ അഹങ്കരിക്കും. ഭയങ്കരാണ്. നമ്മൾ ചന്ദ്രനിൽ പോയില്ലേ, നമ്മൾ ചൊവ്വയിൽ പോകല്ലേ, അവിടെ വീട്. നിങ്ങൾക്കറിയോ, ഈ ലോകത്ത് കോടിക്കണക്കിന് ഗോളങ്ങളുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാരെ കണ്ണുകൊണ്ട് കണ്ടെത്തിയ ആകാശഗംഗക്കപ്പുറത്തേക്ക് വിശാലമായി കിടക്കുന്ന കോടിക്കോടി ഗ്രഹങ്ങളുണ്ടെന്ന അതിൻ്റെ ഒരു തുമ്പത്ത് ചന്ദ്രനിൽ പോയി ഇറങ്ങി എന്ന് പറയുമ്പോഴേക്ക് മനുഷ്യന്മാർക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത കോടിക്കണക്കിന് ഗോളങ്ങളുണ്ട് എന്ന ആ കഴിവുകേടിനെ മനുഷ്യന്മാർ മറന്നു. നമ്മൾ ചന്ദ്രനിൽ പോയില്ലേ, നമ്മൾ ചൊവ്വയിൽ പോകാൻ നിൽക്കല്ലേ. ഞങ്ങളുടെ നാട്ടിൽ നിലമ്പൂർ വലിയൊരു ബോർഡുണ്ട്. ഇത് അങ്ങാടിയിൽ കുറച്ച് മുമ്പാണ്. ഈ ക്ലോണിങ്ങിൻ്റെ ഒരു കാര്യമില്ലായിരുന്നോ? ക്ലോണിങ് കൂർബല്ലേ, മനുഷ്യന്മാർ കൃത്രിമമായിട്ട് ജീവന്റെ കണിക കണ്ടുപിടിച്ച് ഇനി മനുഷ്യനെ സൃഷ്ടിക്കും. ഫോട്ടോസ്റ്റാറ്റ് പോലെ എനിക്ക് വേണമെങ്കിൽ ഒരു 4 കുട്ടികളെ മെഷീനിൽ പോയിട്ട് എൻ്റെ മുഖം വെച്ചു കൊടുത്താൽ അതേപോലത്തെ 4 കുട്ടികളെ ഒരു മിനിറ്റ് കൊണ്ട് ഫോട്ടോ കോപ്പി എടുത്ത് പോരാ എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ, മതനിഷേധികൾ പ്രസംഗിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ആ ക്ലോണിങ്ങിന്റെ സമയത്ത് നിലമ്പൂർ അങ്ങാടിയിൽ മലപ്പുറം ജില്ലാ നാസ്തിക, അതായത് നിരീശ്വരവാദ സംഘടനയുടെ ഒരു ബോർഡ്, എനിക്ക് ആ ബോർഡ് നല്ല ഓർമ്മയുണ്ട്. എന്താണ് ആ ബോർഡ് മണ്ട് എന്നറിയങ്ങൾ? ഇനി ദൈവത്തിന് വിശ്രമിക്കാം, സൃഷ്ടിപ്പ് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ ബോർഡ്? ഇനി ദൈവത്തിന് വിശ്വാസികളൊക്കെ വിശ്വസിക്കുന്നത് സൃഷ്ടാവ് പടച്ചോനാണ്, പടച്ചോനല്ലാതെ വേറെ ആർക്കും സൃഷ്ടിക്കാനാവൂല. അത് തെറ്റാണ്. മനുഷ്യന്മാര് ജീവികളെ സൃഷ്ടിക്കാനുള്ള കഴിവ് നേടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആരും ദൈവത്തെ പ്രതീക്ഷിക്കേണ്ട, ദൈവം വിശ്രമിക്കട്ടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ ഒരു ബോർഡ്. എന്നിട്ടോ ഒരു ഈച്ചനെ പോലും, ഒരു ഈച്ചന്റെ ചിറക്, അള്ള പറഞ്ഞില്ലേ, ജീവനുള്ള ഒരു ഈച്ചയുടെ ചിറക്, ഈച്ചനെ മുഴുവൻ ഉണ്ടാക്കണ്ട, ഒരു ഈച്ചന്റെ ചിറക്, ജീവനുള്ള ഒരു ചിറക് ഉണ്ടാക്കാൻ ഭൂമിയിലെ മുഴുവൻ ശക്തികളും ഒന്നിച്ചു കൂടിക്കോളൂ, ഒന്ന് ശ്രമിക്കും, ഒന്ന് കാണട്ടെ എന്ന് പടച്ചോൻ പറഞ്ഞല്ലേ. ആ വെല്ലുവിളി ഇപ്പോഴും ബാക്കി കിടക്കല്ലേ. എന്തേലും ഉണ്ടാക്കാൻ പറ്റിയോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോ മനുഷ്യന്മാരെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഒന്ന് താഴത്തേക്കൊക്കെ, റബ്ബേ എന്താപ്പം നടക്കണേ, ആരാപ്പം ഞാന്, എന്താപ്പം എൻ്റെ കഴിവ്, ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, പടച്ചോനെ എന്നെ കൈവിടരുത് കേട്ടോ എന്ന ആ റബ്ബിന്റെ മുമ്പിലേക്കുള്ള നമ്മുടെ മടക്കത്തിന് കാരണമാകണം പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും. വിശ്വാസികൾ അപ്പോഴൊക്കെ വിനയത്തോടുകൂടിയും തെക്കുവയോടുകൂടിയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഇത്തരം കാര്യങ്ങൾ കാരണമാകണം എന്നർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശക്തമായ ചൂടുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക. ശക്തമായ മഴ പെയ്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക. ശക്തമായ വലിയ രോഗങ്ങൾ നാടൊട്ടാകെ വ്യാപിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. ശക്തമായ സാമ്പത്തിക ക്രൈസിസിൽ നമ്മളൊക്കെ പെട്ടുപോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക. അതെ, ഏതൊരു പ്രയാസത്തിൻ്റെ, ഇപ്പോൾ ഒരു വലിയ കേൾക്കാൻ പറ്റാത്ത വലിയ ദുരന്ത വർത്തമാനങ്ങൾ കേട്ടാൽ ഒരു വിശ്വാസി എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനർത്ഥം നമ്മുടെ നിസ്സഹായതയും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ അള്ളാൻ്റെതാ, ഇതൊക്കെ അള്ളാൻ്റെതാ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് അള്ള ചെയ്യും, നമ്മളൊക്കെ നാളെ അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങാനുള്ളതാട്ടോ എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും തെക്കുവയും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം സംഭവങ്ങളൊക്കെ കാരണമാകണം. ശക്തമായ ചൂടിനെ നമ്മൾ എപ്പോഴും, ആ ചൂടിനെ നമ്മൾ തടഞ്ഞു നിർത്താൻ നമ്മുടെ കയ്യിലൊരു മാർഗമല്ല. അള്ളാഹുവേ മഴ പെയ്യിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കല്ലാതെ പ്രവാചകൻ വെള്ളിയാഴ്ച
പള്ളിയിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ പള്ളിയിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, റസൂലേ, ശക്തമായ ചൂട്, പെരും വെയിൽ, മഴ പെയ്തിട്ട് കാലങ്ങളായി, കൃഷിയൊക്കെ ഉണങ്ങി, നാൽക്കാലികളൊക്കെ ചത്തു, മനുഷ്യന്മാർ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥ വന്നു റസൂലേ. എൻ്റെ റസൂൽ പറഞ്ഞേ, അതേ മിമ്പർമ നിന്നിട്ട് റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഇസ്ന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ പെയ്യിപ്പിച്ചു തരണമേ. ആ ഹദീസ് വായിക്കുമ്പോൾ കാണാം, ആ വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞ് ആളുകൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് മഴ പെയ്തിട്ടാണെന്നാ. മഴ കൊണ്ടാണ് നടന്നത്. ആ മഴ തോർന്നില്ല, പെരുമഴയായി പെയ്തു. അങ്ങനെ പെയ്തു. റസൂലുള്ള മിമ്പറിൽ വെള്ളിയാഴ്ച ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ ഓടി വന്നു, റസൂലെ മഴ നിൽക്കണില്ല, വെള്ളം പൊന്തി പൊന്തി പൊന്തി, നാൽക്കാലികളൊക്കെ ചത്തുപോയി, കൃഷിയിടങ്ങളൊക്കെ ആകെ ചീഞ്ഞു പോയി, വീട്ടിൽ പാർക്കാൻ വയ്യാതെയായി, മഴ തീരുന്നില്ല. റസൂൽ പറഞ്ഞു, അല്ലാഹുവേ മഴയെ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക്, മലമുകളിലേക്ക്, താഴ്വരകളിലേക്ക് ആ മഴയെ നീ മാറ്റണേ റബ്ബേ. ആ മഴ തോർന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ശക്തമായ ക്ഷാമവും ശക്തമായ ചൂടും ശക്തമായ വേനലുമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. ഇത് ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അള്ളാഹനെ ഓർക്കണം. രണ്ടായിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ച്, ഈമാനുള്ള മനുഷ്യരെ സംബന്ധിച്ച് അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അവന് അള്ളാഹ് നൽകുന്ന ഏറ്റവും നല്ല ഉപാധികളാണ്, സൂചനകളാണ്, റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരാനുള്ള എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ സന്ദേശം. ഇത്തരം ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കണം. ഇങ്ങനെയൊക്കെ അള്ളാഹു എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റാണ്ടായത്? ഒരായത്തെങ്കിലും ഞാൻ ഏറെ ഓതിയിട്ടുണ്ടോ? ഒരു ദിക്റെങ്കിലും ഞാൻ ഏറെ ചൊല്ലിയിട്ടുണ്ടോ? ഒരു രാത്രിയെങ്കിലും ഞാൻ ഏറെ നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു സാധുവിനെയെങ്കിലും ഞാൻ സാധാരണയിൽ കവിഞ്ഞ് സഹായിച്ചിട്ടുണ്ടോ? ഒരു നല്ല കാര്യമെങ്കിലും ഞാൻ ഏറെ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ അള്ളാഹു തരുന്നതേ വിശ്വാസികൾക്ക് സമ്മാനമായിട്ടാ. എന്ത് സമ്മാനം എന്നറിയോ? ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ, അല്ലേ? ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് കാരണമാകുമ്പോഴേ നമുക്ക് അള്ളാന്റെ അടുത്ത് തോന്നും, റബ്ബേ സംഗതിയൊക്കെ ദുരിതങ്ങളും ദുരന്തങ്ങളുമായിരുന്നെങ്കിലും അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ കാര്യം കിട്ടി. എന്താ കാര്യം? ഞാൻ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ എനിക്ക് പറ്റി. എന്നാലോ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഇത്തരം രംഗത്തൊക്കെ കൂടുതൽ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ ഒരു കളിയാക്കും. എവിടെ കാരുണ്യവാനായ പടച്ചോനുണ്ട് കണ്ട്? എവിടെ ആൾക്കാർ ചൂടുകൊണ്ട് കരിഞ്ഞു വീകല്ലേ? കാരുണ്യവാനായ പടച്ചോൻ എവിടെ? കാരുണ്യവാനായ റഹ്മാനായ ദൈവനെവിടെ? അങ്ങനെ ഉണ്ടെങ്കിൽ പലസ്തീനിൽ ആ 40,000 മരിക്കുവോ? ഇറാനിൽ 3000 മരിക്കോ? ടീച്ചർമാരെ വണ്ടി മറിയോ? വെടിക്കെട്ടിലെ ആൾക്കാർ പൊട്ടിത്തെറിക്കോ? കാരുണ്യവാനായ ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗഖഹ. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി എട്ടുകാലി മുതൽ താഴേക്കും മേലേക്കും കൊതുക് മുതൽ അള്ളാഹു ചെറുതും വലുതുമായ ഒട്ടനേകം ഉപമകൾ മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അപ്പോ സത്യവിശ്വാസികളായ ആൾക്കാർ പറയും, ويقولون إن الله لا يستحي أن يضرب مثلا ما بعوضة وما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم. ഇത് അള്ളാഹുവിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ്, ഞാൻ അതിനനുസരിച്ച് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് വിശ്വാസികൾക്ക് പെട്ടെന്ന് ബോധ്യവും. ഫഅമ്മല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളോ അവരെന്താ പറയാ? വയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസലാ. പടച്ചോൻ എന്താ ഉദ്ദേശിച്ചത്? ഇതുകൊണ്ടൊക്കെ പടച്ചോൻ എന്താ ഉദ്ദേശിച്ചത് അന്ന് ഞമ്മക്കറിയില്ല. അവർ അതിനെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ വിശ്വാസികളാവണം. ഈ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന ഒരു കാര്യത്തെയും നമ്മൾ നിസ്സാരമായി കാണണ്ട. അതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്, നമ്മളെ തിരുത്താനുള്ള അള്ളാഹുവിൻ്റെ പാഠഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ സ്വയം മാറ്റത്തിന് വിധേയമാകുമ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള പ്രചോദനങ്ങളായി മാറും. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.
ആ വിഷയം ഞാനവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി ഒരിക്കലും നമ്മൾ ചൂടിനെയും മഴനെയും കാലത്തെയൊന്നും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അതിലൊക്കെ നമുക്ക് ഒരുപാട് നന്മകളും ഒരുപാട് നേട്ടങ്ങളുമുണ്ട് എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത്, എൻ്റെ ഈ സംസാരത്തിൻ്റെ വിഷയമായി എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് നമ്മുടെ കുടുംബവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയുമാണ്. ഇവിടെ അൽ-അമീൻ മൗലവി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അതേപോലെ നമ്മുടെ ആശംസാ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധാർമികതയുടെ ഭയങ്കരമായ കുത്തൊഴുക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. സത്യത്തിൽ ലോകത്ത് അധാർമികതയുണ്ട്, ധാർമ്മികതയുണ്ട്. ഇപ്പോൾ വയനാട് ആ മലവെള്ളത്തിൽ ഒലിച്ചുപോയ നൂറുകണക്കിന് ആളുകൾക്ക് മനോഹരമായ വീടുകൾ പണിതിരിക്കുന്നു. ആരാ പണിതത്? ശൂന്യാകാശത്ത് നിന്ന് വന്ന ഏതെങ്കിലും ജീവികൾ പണിതതല്ല. ഈ ലോകത്തെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാഞ്ഞിട്ടും മനുഷ്യരാണ് എന്ന ഒരൊറ്റ പ്രേരണയാൽ അവരുടെ കയ്യിലെ പണം കൊടുത്തിട്ടല്ലേ ആ വീടുകൾ പണിതിട്ടത്. അത് മനുഷ്യന്റെ നന്മയല്ലേ? നമ്മുടെ ആശുപത്രികൾക്ക് സമീപം പ്രവർത്തിക്കുന്ന രോഗികളെയും കൂടെ നിൽക്കുന്നവരെയും സഹായിക്കുന്ന അനേകം കേന്ദ്രങ്ങൾ, കോടികൾ മരുന്നുകളായി, ഭക്ഷണമായി, താമസ സ്ഥലങ്ങളായി അവർ രോഗികൾക്കും കൂടെയുള്ളവർക്കും നൽകുന്ന ആ പണം എവിടുന്ന് വരുന്ന പണം? നമ്മുടെ നാട്ടിൽ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസത്തിൽ കൃത്യമായ ഭക്ഷണം കിട്ടുന്നുണ്ട്. എവിടുന്നാ കൊടുക്കണത്? പാർക്കാൻ വീടില്ലാത്ത അനേകം ആളുകൾക്ക് പാർക്കാൻ വാസയോഗ്യമായ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആരാണ്ടാക്കി കൊടുക്കുന്നത്? മനുഷ്യന്മാര് ഒരുപാട് നന്മകൾ ഈ ലോകത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്മകൾ, മനുഷ്യത്വത്തിൻ്റെ മനോഹരമായ അടയാളങ്ങൾ ലോകത്തൊരുപാട് കാണാം. നമ്മുടെ എൻ്റെ നാടിൻ്റെ അടുത്ത് പത്തപ്പിരി എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്, ഇത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവിയുടെയൊക്കെ നാടാണ് പത്തപ്പിരിയം. അവിടുത്തെ പള്ളിയിൽ ഒരു ചെറിയ സംഭവം ഇപ്പം അങ്ങനെ ഒരു വാർത്തയായിട്ട് ആളുകൾ കൗതുകത്തോടു കൂടി കാണുന്ന ഒരു വാർത്ത തരങ്ങൾ, ഒരു ഖബറിൻ്റെ അടുത്ത് ഒരു നായ, സാധാരണ അങ്ങാടി കൂടെ നടക്കുന്ന ഒരു തെരുവ് നായ ആ ഖബറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരിക, അവിടെ അങ്ങനെ കുറച്ച് നേരം കിടക്കുക. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ ആ ഖബറിൻ്റെ അടുത്തേക്ക് ആ നായ വരിക. അതിപ്പോൾ സാധാരണ ഒരു ഖബർസ്ഥാനിൽ ഒരു നായ വരുന്നത് ഇപ്പോൾ ആരും ശ്രദ്ധിക്കൂല അല്ലേ, അത് വരും പോവും. പക്ഷെ സ്ഥിരമായിട്ട് ഈ നായയുടെ വരവും പോക്കും കണ്ടപ്പോൾ ചില ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ പാകപ്പാട് സംഭവത്തിൻ്റെ ഒരു ചെറിയ ചിത്രം ഞാൻ പറഞ്ഞുതരാം. ഒരു വീട്ടിലെ ഒരു ഉമ്മ, ആ ഉമ്മ മകളുടെ വീട്ടിലേക്ക് വിരുന്ന് പോയി. അങ്ങനെ മകളുടെ ഭർത്താവ് പിറ്റേ ദിവസം രാവിലെ ആ ഉമ്മാനെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കി. എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് നേരല്ല കേട്ടോ വീട്ടിലേക്ക് കയറാൻ, ഞാൻ പോട്ടെ, ഷോപ്പ് തുറക്കേണ്ടതുണ്ട്, ഉമ്മ എന്നാ വീട്ടിലേക്ക് പോയിക്കോളി, ഞാൻ എന്നാ ഷോപ്പിക്ക് പോവാട്ടോ. അങ്ങനെ മരുമകൻ ഗേറ്റിൻ്റെ അവിടെ ഉമ്മാനെ ഇറക്കിയിട്ട് വണ്ടി കൊണ്ടുപോയി. ഉമ്മ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോന്നു. പക്ഷെ ഉമ്മ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോകുന്ന ഉമ്മറപ്പടിയിൽ എത്തും മുമ്പേ മുറ്റത്ത് കുഴഞ്ഞു വീണ് ഉമ്മ മരിച്ച്. ഇതാരും അറിയുന്നില്ല. അവിടേക്ക് ഇറക്കിയ മരുമോൻ അറിഞ്ഞിട്ടില്ല, ആ വീട്ടിലുള്ള മക്കൾ അറിഞ്ഞിട്ടില്ല, അയൽക്കാരറിഞ്ഞിട്ടില്ല. ഉമ്മ മുറ്റത്ത് വീണ് കിടക്കുക. അപ്പോൾ ഒരു നായ അസാധാരണമായി ശബ്ദമുണ്ടാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുരച്ചുകൊണ്ട് ഉറക്ക ഓടുകയും ഒക്കെ ചെയ്തപ്പോൾ അയൽപ്പക്കത്തെ വീട്ടിലോ മറ്റാരോ ജനൽ തുറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മുറ്റത്ത് വീണ് കിടക്കുന്ന ഉമ്മാനെ കാണുകയാണ്. പെട്ടെന്ന് വന്ന് വീട്ടുകാരൊക്കെ കൂടി ഉമ്മാനെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്ക് ഉമ്മ മരിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ മയ്യത്ത് മറവ് ചെയ്ത ഖബറിൻ്റെ അടുക്കലാണ് നമ്മുടെ ഈ കഥാപാത്രം എപ്പോഴും വന്നുകൊടുക്കണേ. അപ്പോൾ ഇത് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് എഴുതിയിട്ടുള്ളത് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മകൻ തന്നെയായ ജൗഹർ സാദത്താണ് ആ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് എഴുതിയത്. അപ്പോൾ ആളുകൾ പറയുന്നത് ഈ സ്ത്രീ, പ്രായമായ സ്ത്രീ, ഈ തെരുവ് നായ, അങ്ങോട്ട് കൊണ്ട് നടക്കുന്ന നായ, ആ നായക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമായിരുന്നു അത്രേ. ആ നായയിൽ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കഞ്ഞിവെള്ളോ ചോറോ എന്താ ബാക്കിയുള്ള വെച്ചാൽ അതിന് തട്ടിക്കൊടുക്കുക, തിന്നും. ആ ഒരു ഓർമ്മയോ നന്ദിയോ അള്ളാന്റെ കുതിരത്താണ്. അതുകൊണ്ടാവാം ഈ നായ ആ ഖബറിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ എപ്പോഴും അവിടെ വരുന്നു പോകുന്നു അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാട്ടുവർത്തമാനം, അതിൻ്റെ വിശദീകരണങ്ങളും ശാസ്ത്രീയമായ അനുമാനങ്ങളൊന്നും നമ്മുടെ കൈവശമില്ല. അങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ ആരോരുമില്ലാത്ത തെരുവു പട്ടികൾക്ക് പോലും വിശപ്പടക്കാൻ വേണ്ടി അന്നം കൊടുക്കുന്ന എത്രയോ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ യഥേഷ്ടമുണ്ട്. ഒരുപാട് നന്മകൾ നാട്ടിലുണ്ട്. പക്ഷേ
ആ നന്മകളെയൊക്കെ ഇല്ലാതാക്കി കളയുന്ന വിധം, ആ നന്മകളെയൊക്കെ മറപ്പിക്കുന്ന വിധം തിന്മകളും വേണ്ടാത്തരങ്ങളും ഈ ലോകത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. എത്രയോ മക്കള് ഉമ്മാനെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ ഉമ്മാനെ നോക്കല്ലേ? ഇന്നലെ ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നു അല്ലേ? ഇനി അച്ഛനെ കിട്ടിയാൽ കൊല്ലുമെന്ന് പറയുന്നു. ആയിരക്കണക്കിന് മക്കള് അവരുടെ ഉമ്മമാരെ അമ്മമാരെ പൊന്നുപോലെ നോക്കുമ്പോൾ ഒരു മകൻ അവൻ്റെ ഉമ്മയെ വെട്ടിക്കൊന്നത് എന്തുകൊണ്ടാണ് അതൊരു വാർത്തയായത്? അതൊരു വാർത്തയാണ്. ഇപ്പം എൻ്റെ വെള്ളത്തുണി, നല്ല വെള്ളത്തുണി ഇങ്ങനെ അലക്കിയിട്ട് മുറ്റത്തെ അയലിൽ ഉണക്കാനിട്ട് ആയിക്കൂടെ ആൾക്കാർ പോകുന്നുണ്ട്, ആരും ഒന്നും പറയണില്ല. അങ്ങനെ അതിൽ വണ്ടി പോയപ്പോൾ ഒരു ചെളി ആ തുണിയിലേക്ക് തെറിച്ചു, ഒരു പുള്ളി. പിന്നെ അതിൽ പോണവരൊക്കെ പറയും, നോക്കി ആ തുണിയിലേക്ക് ചളി തെറിച്ചിക്കണം കേട്ടോ. ആ തെറിച്ച ഒരു പുള്ളി എല്ലാവരും കാണും. ആ ചളിയുടെ പുള്ളി തെറിക്കാത്ത കുറേ ഭാഗം ആ തുണിയിലുണ്ട്. അതൊന്നും ആർക്കും ഒരു വിഷയമാവില്ല. ആ തെറിച്ച ഒരു തുള്ളി മാത്രമേ ആൾക്കാർ കാണൂ അല്ലേ? ഞാനിങ്ങനെ വെള്ളക്കുപ്പായിട്ട് വരുമ്പോഴേ ഞങ്ങൾ ചില ആൾക്കാർക്ക് വെള്ളക്കുപ്പായിട്ട ഒരു പ്രശ്നമാണ്. അതിന് എന്തെങ്കിലും ഒരു മഞ്ഞ അടയാളം വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവും. എൻ്റെ പുതിയ കുപ്പായ തേച്ചൊക്കെ ഇട്ടിരുമ്പോൾ ഭാര്യ പറയും, ഇനി ഇതിൽ കറിയൊന്നാക്കി വരരുതിട്ട് പറയും. അന്ന് തന്നെ ചിലപ്പോൾ ഉച്ചക്ക് ചോറുന്നുമ്പോൾ ഒരു സാമ്പാറിൻ്റെ മുരിങ്ങ കഷ്ടം പടം ഇങ്ങനെ വീണക്കും, നല്ല റെയിൽവേ ട്രാക്ക് പോലെ വരാം. പിന്നെ അത് വൈകുന്നേരം പെരയ്ക്ക് പോകാൻ പേടിയാണ് അല്ലേ? അത് വേഗം കാണും അത്തരം കറകൾ. അപ്പം ലോകത്ത് അധാർമികതയുണ്ട്, ധാർമ്മികതയുണ്ട്. പക്ഷെ അധാർമികത കൂടുതൽ മുഴച്ച് കാണുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടി കടന്ന് ഈ അധാർമികതകൾ ഉള്ളിലേക്ക് കയറി വരുന്നു എന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിൽ അങ്ങനെ ഉണ്ട്, ജപ്പാനിൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ 10 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടി കയറി നമ്മുടെ വീടിൻ്റെ ഉള്ളിലും അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്താ കാരണം നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് അധാർമികത അതിര് ലംഘിച്ച് ധാർമ്മികതയുടെ ഉള്ളിലേക്ക് ശക്തമായിട്ട് കടന്നു വരുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? അതിൻ്റെ കാരണക്കാർ നമ്മളൊക്കെയാണ് കാരണക്കാർ. ഈ ലോകത്ത് അധാർമികത ഉണ്ടാവുക എന്നത് ആദ്യത്തെ സംഗതി ഒന്നല്ല. ഇപ്പം നമ്മളവിടെ ഈ പ്രദേശത്ത് എന്ത് സ്ഥലത്തിൻ്റെ പേര് കല്ലമ്പലം. ഈ കല്ലമ്പലം ടൗണിൽ റോട്ടിൽ കൂടെ 2 ആൾക്കാർ പോകുന്നുണ്ട്, കോത്ത് പിടിച്ച് തോളിലൊക്കെ കൈയിട്ട് 2 ആളിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ പോകുന്നുണ്ട്. 2 ആണുങ്ങൾ എല്ലാവരും കൗതുകത്തോടെ നോക്കി. കണ്ടോ എന്താ കാലത്തിൻ്റെ ഒരു പോക്ക്, 2 ആളും കണ്ടില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഓല് 2 ആളും ഇന്നലെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കല്യാണം കഴിഞ്ഞ ആൾക്കാരാ. ആരാ? 2 ആണുങ്ങൾ. ഓല് 2 ആള് ഇന്നലെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കല്യാണം കഴിഞ്ഞ ആളുകളാണ്. ആണും ഒക്കെ കല്യാണം കഴിക്കുക. എന്തൊരു കൗതുകല്ലേ! ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൂലോലെ ഈ കാലത്ത്. എന്നാൽ ആണും ഒരുമിച്ച് ജീവിക്കുക എന്നത് ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക സംസ്കാരമായിരുന്ന ഒരു കാലം മുമ്പ് ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ ലൂത്ത് നബിയുടെ കാലത്തെക്കുറിച്ചൊക്കെ? ഒരു നാട് മുഴുവനും, ആ നാട്ടിൽ അതിനെ എതിർക്കുന്ന ഒരാളുമില്ല. ഇനി ആ സംഗതി ആണും പെണ്ണും LGBT ഒക്കെ ഇന്ന് നമ്മൾ പറയുന്ന LGBTQ++, ആ സംഗതി ഒക്കെ ആ നാട്ടിൽ അരങ്ങേറുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനോ അത് മോശമെന്ന് പറയാനോ ആ നാട്ടിൽ ആരുമില്ല. ഇപ്പം അത്തരം പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നുകയാണേ അവർ ഭയങ്കര ആധുനികരാണ്, അവർ ഏറ്റവും വലിയ ബുദ്ധിജീവികളാണ്, ഈ മതം എന്നൊക്കെ പറഞ്ഞാൽ അത് പഴഞ്ചനാണ് എന്നൊക്കെയാണ് ഓലെ വിചാരം. സത്യത്തിൽ ഈ സംഗതിയൊക്കെ ലോകത്ത് പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഭീകരമായിട്ടും വൃത്തികെട്ട രൂപത്തിലും ഈ കാര്യങ്ങളൊക്കെ ലോകത്ത് പണ്ടേണ്ട്. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്, ലോകം തള്ളിക്കളഞ്ഞ കാര്യമാണ് അതൊക്കെ. ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ ഉണ്ടെന്നാണ് ചെറുപ്പക്കാർക്ക്. പ്രത്യേകിച്ച് ട്രേഡൊന്നും വേണ്ട, പണ്ട് ഓരോ ഭാഷ അറിഞ്ഞാൽ മതി, പണിയെടുക്കാൻ റെഡിയാണോ, നിങ്ങൾക്ക് ജോലി ഉണ്ട്. എന്താ ജോലി അറിയങ്ങൾ? വീടുകളിൽ പ്രായമായ മനുഷ്യന്മാരെ നോക്കുക. ജെറിയാട്രിക് എന്ന് പറഞ്ഞൊരു ശാസ്ത്രശാഖ തന്നെയല്ലേ, പ്രായമായ ആൾക്കാരെ സംരക്ഷിക്കുന്ന. വയസ്സായ ആൾക്കാരുണ്ട് വീട്ടിൽ, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പക്ഷേ അവർക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, അവരെ നോക്കാൻ ആളില്ല. അതുകൊണ്ട് അവരെ നോക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ശമ്പളം. അതുകൊണ്ട് ആൾക്കാർ കണ്ടമാനം പോകുക അത്തരം ജോലിക്ക്. എങ്ങനെ പാടെ വയസ്സായ ആൾക്കാർ ഇത്ര ഉണ്ടായത്?
വയസ്സായ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് എന്തേ അവിടെ നമ്മുടെ നാട്ടിലുള്ള വയസ്സന്മാരെ നോക്കാൻ ആളുള്ള പോലെ അവിടെ എന്തേ വയസ്സന്മാരെ നോക്കാൻ ആളില്ലാത്ത? ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ആശയം ഉണ്ടല്ലോ, ലിബറലിസം. കുടുംബം വേണ്ട, മക്കളും വേണ്ട, ഭാര്യയും വേണ്ട, ഭർത്താവും വേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ ജീവിക്കുക. ആരപ്പ കിടക്കണ്ടേ അവിടെ കിടക്കുക, എവിടെയാ പോകണ്ടേ അവിടെ പോവുക, എന്നെ നിയന്ത്രിക്കാൻ ആരും വരണ്ട, ഞാൻ സ്വതന്ത്രനാണ്, സ്വതന്ത്രയാണ് എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഈ ലിബറൽ വാദം ഒരു 50-60 കൊല്ലം മുമ്പ് അവിടെ നടന്നിനി. അതിൻ്റെ ഫലമാണ് പേര്. ഓൽക്ക് ഭാര്യമാരില്ല, ഭർത്താക്കന്മാരില്ല, കുട്ടികളില്ല, കുടുംബമില്ല. ചോരത്തളപ്പിൻ്റെ കാലത്ത് എന്തും ചെയ്യാൻ തോന്നി, എന്തും ചെയ്ത്. പക്ഷേ അവശരായി മാറിയപ്പോഴാണ് ഒരു കുടുംബം കൂടെയില്ലാത്തതിൻ്റെ ദുരന്തം അവരനുഭവിക്കണേ. ഇന്ന് അവർ പ്രോത്സാഹിപ്പിക്കുക കല്യാണം കഴിക്കുന്നവർക്ക് ജോലി. യൂറോപ്യൻ രാജ്യങ്ങളിലെ കല്യാണം നേരത്തെ കഴിക്കുന്നവർക്ക് സർക്കാർ സർവീസിൽ ജോലിക്ക് സംവരണം, കുട്ടികൾ തോനുണ്ടായാൽ ശമ്പളത്തിൽ വർധനവ്. എന്തൊക്കെയല്ലേ? എന്താ നിങ്ങൾ? കുടുംബമില്ലാത്തതിൻ്റെ ദുരന്തം ഇന്നവരെ വേട്ടയാടുക. നമ്മുടെ നാട്ടിൽ അന്ന് അവിടെ അടിച്ച കാറ്റ് ഇന്ന് നമ്മുടെ നാട്ടിൽ അടിക്കുക. കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട, ഒറ്റക്ക് ജീവിച്ചാളാ. 50 കൊല്ലം, 1/2 നൂറ്റാണ്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ദുരന്തം എന്താന്നില്ല. ആളുണ്ടാവില്ല. ഇപ്പോഴത്തെ ഈ ചോരത്തളപ്പുണ്ടല്ലോ, ഇതൊന്നും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ നാട്ടിൽ ഒരു അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുണ്ടായിനി. അയാൾ ജീവിതകാലത്ത് അയാൾക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ട്, പൈസ ചിലവാക്കാൻ വലിയ വീട് വാങ്ങുക, വലിയ കാറ് വാങ്ങുക. ഇത് അയാളൊരു ഫാഷനായി. വയസ്സായപ്പോഴേ ഇപ്പം മൂപ്പര് പറയാണ്, മൗലവി ആ ജാതി സ്വപ്നങ്ങളൊക്കെ ഒഴിവാക്കി. ഇപ്പോഴത്തെ മോഹം എന്താ അറിയോ? ഒറ്റ മുറി വീട്. കാരണം എൻ്റെ ഭാര്യയ്ക്ക് 2ാമത്തെ റൂം അടിച്ചു വാരി വൃത്തിയാക്കാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഓക്കും കിടക്കാൻ ഒരൊറ്റ മുറി വീട്. പിന്നെ അതിൻ്റെ അടുത്ത് ചവിട്ടിയാൽ തെന്നി വീഴാത്ത ഒരു ബാത്റൂം. പിന്നെ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ നമ്പർ. ഇത് 3 മാത്രമേ ഇപ്പം ലോകത്ത് ആഗ്രഹമുള്ളൂ. വേറെ ഒരു ആഗ്രഹമല്ല. കുഴിമന്തി വേണ്ട, അമേരിക്കൻ ബർഗർ വേണ്ട, യമനി ഷവർമ വേണ്ട, ഒന്നും വേണ്ട. മൂപ്പർക്കും പെണ്ണുങ്ങൾക്കും കിടക്കാനൊരു കട്ടിലിടാൻ പറ്റിയ ചെറിയ മുറി. നമ്മളൊക്കെ പെരയിലേ വലിയ റൂമൊക്കെ ഉണ്ടാക്കി പെരയറ്റിയിട്ട് എനിക്കറിയാം. ഒരാൾ എന്നോട് പറഞ്ഞതേ, ഞാൻ കിടക്കുന്ന മുറിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ മകൻ്റെ റൂം ഞാൻ കണ്ടിട്ട് കൊല്ലങ്ങളായിന്ന്. കാരണം മൂപ്പർക്ക് നടക്കാൻ വയ്യ. മൂപ്പരുടെ റൂമിൽ നിന്ന് ഇങ്ങനെ 2-3 ആൾക്കാർ ഇങ്ങനെ പിടിച്ചുകാണ്ട് കാർക്ക് കയറ്റി ആശുപത്രി കൊണ്ടുപോകും. അവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് മെല്ലെ നടത്തിയിട്ട് കട്ടിൽമക്കാണ് കടത്തും. ഇതാണ് മൂപ്പര ജീവിതം. മൂപ്പര റൂമിൻ്റെ ഒരു ചുമരിൻ്റെ അപ്പുറത്തുള്ള മകൻ കിടക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ മൂപ്പര് കണ്ടിട്ട് കൊല്ലങ്ങളായി. എന്താ നമ്മളൊക്കെ അഹങ്കാരല്ലേ? എന്താണ്? ഉണ്ടാക്കിയാൽ മതിയാവില്ല, വലുതാക്കിയാൽ മതിയാവില്ല. പക്ഷെ സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന നാളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് അല്ലേ? പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പടർന്നു പിടിക്കുന്ന അധാർമികത, ഈ അധാർമികതകൾ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താ? അധാർമികത ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും ലോകത്ത് അധാർമികത ഉണ്ടായിട്ടുണ്ട്. കൊലപാതകങ്ങളും പിടിച്ചുപറിയും കലാപങ്ങളും. നിങ്ങൾ ഒരു ചരിത്രം വായിച്ചു കൊണ്ട് വേണ്ട, നിങ്ങൾ ഈ ഇസ്ലാമിക് ഹിസ്റ്ററി പിന്നെ മുഖ്യ വിഷയമായിട്ട് പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണ്ടി. അമവി ഖിലാഫത്ത് മുതൽ മുസ്ലിം ലോകത്തിൻ്റെ അവസ്ഥ എന്തേനും? എന്തുകൊണ്ടാണ് ഇമാം അബു ഹനീഫ ജയിലിലായത്? ഇമാം അബു ഹനീഫയെ ജയിലയച്ചത് RSS എന്നല്ല. ഇമാം അബു ഹനീഫയെ ജയിലിലടച്ചത് ഇസ്രായേലും അമേരിക്ക ഒന്നല്ല. മുസ്ലിം ലോകത്തെ വേർതിരിവുകളും ചേരിതിരിവുകളും അതിലൂടെ ഉണ്ടായ കലാപങ്ങളും അതിക്രമങ്ങളും അവിടെ കൊല്ലപ്പെട്ടതും 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഭയങ്കര പ്രശ്നമാണ്. ചരിത്രം വായിച്ചു നോക്കേണ്ടി. ഇത്ര സുഖമുള്ളൊരു കാലം മുമ്പുണ്ടായില്ല തോന്നും. നമ്മൾ ജീവിക്കുന്ന കാലത്ത് എന്ത് പ്രശ്നമുള്ളേ? ഇപ്പം തിരുവനന്തപുരം ജില്ല അടക്കമുള്ള ചില പ്രദേശങ്ങളൊക്കെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ആളുകൾ ആദ്യം പറയുന്ന കാര്യം, മൗലവി സംഘടനാ രംഗത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്, എന്തോ ഒരു പ്രശ്നമാണ്, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. നിങ്ങൾ പ്രശ്നങ്ങൾ കണ്ടുക്കണോ? ഇവിടെ ആരെയെങ്കിലും ഇതിൻ്റെ പേരിൽ കുത്തിക്കൊന്നുക്കണോ? ചുട്ടുകൊന്നുക്കണോ?
ആകപ്പാടെ മീറ്റിങ്ങിൽ എതിരഭിപ്രായം പറഞ്ഞു എന്നല്ലാതെ ആരെങ്കിലും ജയിലിൽ അടച്ചിക്കണോ? ആരെങ്കിലും കൂട്ടത്തോട്? ഇതൊക്കെ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടേ. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മഹാന്മാരായ നേതാക്കൾ എത്ര കൊല്ല ജയിലിൽ കിടന്നറിങ്ങൾ. പല മഹാപണ്ഡിതന്മാരും ആ ജയിലിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. അന്നൊക്കെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പേരൊക്കെ അറബിയിലുള്ള വലിയ വലിയ പേരേനി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം, അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലം, ഉമറുൽ ഖത്താബിൻ്റെ കാലം, അതിങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രത്തിൻ്റെ പേജുകളെ നമ്മളിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ കണ്ണുനീര് കൊണ്ട് കണ്ണ് നനയാതെ ഒരു പേജ് വായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ആ കാലമൊക്കെ കടന്നുപോയില്ലേ? എന്നിട്ട് ഇപ്പം നമ്മൾ പറയാം ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ് അല്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാൻ്റെ ദീനുണ്ടല്ലോ, അള്ളാൻ്റെ ആരെ ദീന്? നിന്റെ ദീനോ നിങ്ങളുടെ ദീനോ അല്ല. ആരെ ദീനാണ്? അള്ളാൻ്റെ ദീനാണ്. ഈ അള്ളാൻ്റെ ദീനിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ ദീനിനെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കും. അള്ളാഹുവിൻ്റെ ദീനിനെ ഊതിക്കെടുത്താൻ വേണ്ടി നാനാഭാഗത്തുനിന്നും ശ്രമിക്കും. എന്നാൽ വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു അവൻ്റെ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ മുശ്രിക്കുന്നുണ്ട്, കാഫിറുണ്ട്. മുശ്രിക്കുകളും കാഫിറുകളുമായ ആളുകൾ, ലോകത്ത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഈ രണ്ട് വിഭാഗത്തിൽപ്പെടും. ഒന്നുകിൽ മുശ്രിക്കായിരിക്കും അല്ലെങ്കിൽ കാഫിറായിരിക്കും. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവർക്ക് ഇഷ്ടമല്ല അള്ളാന്റെ ദീനിനെ. അതിനെ ചവിട്ടിക്കൊല്ലാനും നെക്കിക്കൊല്ലാനും കത്തിച്ചു കൊല്ലാനും എല്ലാത്തിനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലൂടെ അള്ളാഹു അവൻ്റെ ദീനിനെ വളർത്തുക തന്നെ ചെയ്യും. ആര് വളർത്തും? അള്ളാഹ് വളർത്തും. നമ്മൾ പ്രചാരണം, ഈ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പ്രചാരണം നടത്തിയിട്ട് എത്ര ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടാവും? തിരുവനന്തപുരം ജില്ലയിൽ ഇസ്ലാം മതം സ്വീകരിച്ച പുതുമുസ്ലിമായിട്ട് വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോട് നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടി, ഞങ്ങളിൽ ആരുടെ പ്രവർത്തനം കണ്ടിട്ടാ നിങ്ങൾ ഈ മതത്തിലേക്ക് വന്നതെന്ന് ഓരോട് തമാശക്കൊന്നും ചോദിച്ചു നോക്കേണ്ടി. ആരെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവും. ഞാൻ ഉസ്താദേ നിങ്ങളെ ജീവിതത്തിൻ്റെ ആ സുതാര്യത കണ്ടുകാണ്ടാട്ടോ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് ഈ ലോകത്തൊരു മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി പറയോ? ബന്നോലൊക്കെ കോടികൾ വരുമാനമുണ്ടായിരുന്ന സെലിബ്രിറ്റികൾ, സിനിമാ നായകന്മാർ, നടിമാർ, ഗായകന്മാർ, സംഗീത സംവിധായകർ, ക്രിക്കറ്റ് കളിക്കാർ, ഫുട്ബോൾ കളിക്കാർ, ശാസ്ത്രജ്ഞർ, കോടികളുടെ വരുമാനമുള്ള സുഖാഡംബരങ്ങളിൽ മുങ്ങി നിന്നിരുന്ന കോടിക്കണക്കിന് ആളുകളുടെ ഫാനുകളുള്ള ആളുകൾ, അവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഓല മറുപടി എന്താ? ഞങ്ങൾ ഖുർആനിൽ ആകൃഷ്ടരായി വന്നു എന്നാ. ഖുർആനിൽ ആകൃഷ്ടരായി വന്നു. വല്ലാഹു മുതിമ്മു നൂരി, അള്ളാഹ് അവൻ്റെ ദീനിനെ നിങ്ങൾക്കറിയോ? ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഈ ഭൂമിയിലെ ഒന്നാമത്തെ മുസ്ലിം ആരേനും? ആദ്യമായിട്ട് വഹയി കിട്ടിയ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ മുസ്ലിം. ആ വിവരം തൻ്റെ ഭാര്യ ഖദീജയോട് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം എത്രയായി? 2. ആ വിവരം അന്ന് രാത്രി തൻ്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കറിനോട് പറഞ്ഞപ്പോൾ ആകെ മുസ്ലിങ്ങളുടെ എണ്ണം എത്രയായി? 3. അത് പിന്നീട് തൻ്റെ ഉറ്റ സഹവർത്തിയായി കൂടെ നടക്കുന്ന അലിയോട് പറഞ്ഞപ്പോൾ അലി വിശ്വസിച്ചപ്പോൾ എണ്ണം എത്രയായി? 4. പിറ്റേന്ന് ബിലാൽ വിശ്വസിച്ചപ്പോൾ നമ്പർ എത്രയായി? 5. അങ്ങനെ 1, 2, 3, 4, 5 തുടങ്ങിയ ഈ മതം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ മതത്തിൻ്റെ ഗ്രാഫ് ഒന്ന് പരിശോധിക്കുക. ലോകത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഇന്നലെയുള്ള മുസ്ലിങ്ങളെക്കാൾ ഒരാളുടെ എണ്ണം ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാവുന്ന ഒരു ദിവസമെങ്കിലും ലോകത്തുണ്ടായിട്ടുണ്ടോ? ഇവിടെ എന്തൊക്കെ ഉണ്ടായി? കലാപങ്ങൾ, താർത്താരികൾ, മഹായുദ്ധങ്ങൾ, പ്രളയങ്ങൾ, സാമ്രാജ്യങ്ങൾ, എന്തൊക്കെ ലോകത്തുണ്ടായി? മുസ്ലിങ്ങളെ തുടച്ചു നിൽക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടായി? എന്നിട്ട് എന്നെങ്കിലും ഇന്നലത്തെ മുസ്ലിം ജനസംഖ്യയിൽ നിന്ന് ഒരാൾ ഇന്നത്തെ ജനസംഖ്യയിൽ കുറവാണ് എന്ന് പറയാവുന്ന ഒരു ദിവസം ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇതുവരെയല്ല. ഇന്നലത്തെക്കാൾ ഇന്ന് കൂടിയേക്കുക, ഇന്നത്തെക്കാൾ നാളെ കൂടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, ഈ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ഏറ്റവും വേഗത്തിൽ വളരുന്ന മതേതാ?
എന്താ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളെ അവസ്ഥ? ലോകത്ത് ഏത് വൻകരി പോയാലും മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ പലജാതി ശ്രമങ്ങളാണ്. എന്നിട്ടും ഈ മതം വളരുക മേലക്കന്യാ പോക്ക്. ആരാ വളർത്തണേ? അള്ളയാണ്. അപ്പം നമ്മൾ നാലാള് ഞാൻ അതിനൊന്നുമില്ല, അവിടെ ഭയങ്കര പ്രശ്ന, ഓലെന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നാൽ എനിക്ക് പോയി. ഇത് അള്ള വളർത്തുകയാണ്. ഞാൻ അതിനോട് ചേർന്ന് നിന്നാൽ അതിൻ്റെ കൂലി എനിക്കും കിട്ടും, ഞാൻ അതിന് വിട്ടുന്നാൽ എനിക്ക് പോയി എന്നല്ലാതെ ആർക്കാ സഹോദര നഷ്ടം? അള്ള ഇതിനെ വളർത്തും. നമ്മൾ ആരും അതിൻ്റെ ഒപ്പമല്ല. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ എല്ലാം പിരിച്ചു വിട്ട് ആരുമില്ല, എല്ലാവരും മീങ്ങാച്ചോട്ടനാണ് പോയി. എന്നാൽ ഇവിടെ നിൽക്കുമത്? ഇതിവിടെ അവസാനിക്കുമോ? ഇവിടെ തീരുമോ? അതതിൻ്റെ വഴിക്ക് പോവും. നമ്മക്കാണ് പ്രശ്നം. നമ്മൾ അള്ള വളർത്തും. നമ്മളെ കൊണ്ടാവുന്ന പോലെ ഞാനും ഉണ്ട് കേട്ടോ പറഞ്ഞ് നിങ്ങൾ ഈ സ്ഥല കച്ചവടം ചെയ്യുമ്പോൾ എന്തായാലും നടക്കുന്ന കച്ചവടമാണെങ്കിൽ ചില ബ്രോക്കർമാർ പറയും ഞാനും അതിൻ്റെ കൂടെ ഉണ്ടായിട്ടോ. എന്താ അറിയോ? ആ കമ്മീഷന് ചെറിയ ശതമാനം ഓനും കിട്ടിക്കോട്ടെ. അള്ളാൻ്റെ ദീനിനെ അല്ല വളർത്തണേ, നമ്മളല്ല. നമ്മൾ വളർത്തുന്നതിന് എന്നോ നിന്നോക്കും. ഈ ദീനിനെ ഈ ലോകത്ത് നിലനിർത്താനുള്ള ഉത്തരവാദിത്തം നമ്മളെയാണ് ഏൽപ്പിച്ചതെങ്കിൽ ഇത് എന്നോ നിന്ന കുല കൂട്ടേ. അത് അള്ള വളർത്തും. നമുക്ക് മാണെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കാം. നമുക്കതിനൊപ്പം നിന്ന് അതിൻ്റെ കൂലി കിട്ടും. എനിക്കൊരു പോസ്റ്റർ ഒട്ടിക്കാൻ കഴിയുമോ? എനിക്കൊരാളെ വിളിക്കാൻ പറ്റുമോ? എനിക്കൊരു കസാര ഇടാൻ പറ്റുമോ? എനിക്കൊരു ഫാൻ ഇടാൻ പറ്റുമോ? എനിക്ക് ഈ മൈക്ക നന്നാക്കാൻ പറ്റുമോ? എനിക്കൊരാൾക്ക് ചായ കൊടുക്കാൻ പറ്റുമോ? അതിൻ്റെ കൂലി എനിക്ക് കിട്ടും. ഞാൻ ഇല്ലെങ്കിൽ ഈ പരിപാടി നിൽക്കൂലേ. ഇത് നടക്കും. ഇത് അള്ളാൻ്റെ ദീന. അപ്പം അതിലൊക്കെ ആരും ബേജാറാവണ്ട, അതിലൊന്നും ആരും സങ്കടപ്പെടണ്ട, അതിലൊന്നും ആരും ഉത്കടപ്പെടണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പരലോകത്ത് കൂലി വേണമെങ്കിൽ സ്വർഗം വേണമെങ്കിൽ കയ്യിനത്ര നിന്നോളി. എല്ലാം ശരിയായിട്ട് ഞാനോട് വരാം. ആ കമ്മിറ്റി അങ്ങനെയായില്ലേ, ബല് കമ്മിറ്റി ആയില്ലേ, ഞാനല്ല പറഞ്ഞാൽ കുളത്തിനോട് മടിച്ചിട്ട് എന്തോ പറഞ്ഞില്ലേ, അതുപോലെ ഞമ്മക്ക് പോയി എന്നല്ലാതെ ആർക്ക് നഷ്ടം? പടച്ചോ നഷ്ടമുണ്ടോ? നമ്മളാരും പണിയെടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് വല്ല കുറവും വരുമോ? അള്ളാഹിൻ്റെ ദീനിന് വല്ല കുറവും വരുമോ? ഈ മതം ഇല്ലാതാവോ? ഇല്ലല്ലോ. അതതിൻ്റെ പാട്ടിന് വളരും. അള്ള പറഞ്ഞത് അള്ളാന്റെ പ്രകാശത്തിനെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആരാണ് അവര്? ശൂന്യാകാശ ജീവികളാ? ആരാണ് അവര്? അത് മനുഷ്യന്മാരാ. ഈ ലോകത്തെ മനുഷ്യന്മാര് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് അള്ളാന്റെ ദീന് തടസ്സമാകുന്നുണ്ടെന്ന് കാണുമ്പോൾ ആ ദീനിനെ ഇല്ലാതാക്കാനും അതിനെ അട്ടിമറിക്കാനും അതിനെ തെറ്റിദ്ധരിപ്പിക്കാനും അവർ ശ്രമിക്കും. അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഖുർആൻ ഓതിക്കൊണ്ടല്ലേ ദർഗന്റെ മുമ്പിൽ ഇരുന്ന് കണ്ട ആൾക്കാർ പ്രാർത്ഥിക്കണേ? ആ ഖുർആനിലുണ്ട്. നിങ്ങൾ ഇന്ന മാത്രം വിളിച്ചോളി, ഇന്നോട് പ്രാർത്ഥിച്ചോളി, എന്നിൽ വിശ്വസിച്ചോളി, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്ന് പറഞ്ഞ ഖുർആൻ തുറന്നു വെച്ചിട്ട് അത് ഓതി കുത്തിരിക്കുക എൻ്റെ മുമ്പിൽ, ദർഗന്റെ മുമ്പിൽ. ഇടക്കിടക്ക് കാക്കണം കേട്ടോ അവിടേക്ക്. അള്ളഹാനോട് പറഞ്ഞാൽ മതി കാക്കണം കേട്ടോ. ചെങ്ങട്ട പറയണേ കാക്കണം കേട്ടോ, അല്ലേ? ഇതല്ല പ്രശ്നം. അപ്പോൾ അട്ടിമറിക്കാനും തടയാനും തടസ്സപ്പെടുത്താനും എപ്പോഴും ഈ ലോകത്ത് ആളുണ്ടാവും തന്നെ അള്ള പറഞ്ഞേ. എല്ലാം കഴിഞ്ഞ് ശാന്തമായി തിരമാലകളൊക്കെ ഒതുങ്ങി ശാന്തമായിട്ട് എനിക്ക് എൻ്റെ തോണിയും കൊണ്ട് കടൽക്കറങ്ങാന്ന് വിചാരിച്ചാൽ ഖിയാമത്ത് നാൾ വരെ തോണിയായിട്ട് കരക്കത്തിരിക്കേണ്ടി വരും. തിരമാലകൾ അടങ്ങിയിട്ട് നിങ്ങൾ ഒരിക്കലും കടൽക്കറങ്ങൂല. അള്ളാന്റെ ദീനിനെ ഇല്ലാതാക്കാനേ ഓല് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അള്ള നിർത്തിവെക്കുന്നല്ല പറഞ്ഞേ. ഓരോ ശ്രമങ്ങളൊക്കെ തീരും വരെ പടച്ചോ നിർത്തിവെക്കുന്നല്ല. വല്ലാഹു മുതിമ്മു നൂരി, അവരുടെ ആ പരിശ്രമങ്ങൾക്കിടയിലൂടെ അള്ളാഹു അവന്റെ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ ആ ദീൻ ഇവിടെ ഉണ്ടാവും മനുഷ്യന്മാർക്ക് വേണ്ടി. വലൗ കരിഹൽ മുശ്രിക്കൂൻ, അല്ലെങ്കിൽ വലൗ കരിഹൽ കാഫിറൂൻ. ഓലക്ക് എത്ര ശ്രമിച്ചാലും ഓലെത്ര വെറുത്താലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതതിൻ്റെ പാട്ടിന് പോകും. അപ്പം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ആ കൂട്ടത്തേക്കാണ് കൂടുക. കൂട്ടത്തേക്ക് അള്ളാന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തേക്ക് നമ്മൾ. ഓലില്ലല്ലോ, ഓലങ്ങനെയാണല്ലോ, ഓലിങ്ങനെയാണല്ലോ, അവിടെയാണ്, എവിടെയായിക്കോട്ടെ നമ്മൾ നിൽക്കുന്നത് സത്യത്തിലാണ് എന്ന ബോധ്യം,
ഞാൻ നിൽക്കുന്നത് ശരിയായ ദിശയിലാണ് എന്ന ബോധ്യം ഉണ്ടെങ്കിലേ ആരുണ്ട് നോക്കണ്ട. എന്നോടൊരാൾ പറഞ്ഞു, നമ്മളെ കമ്മിറ്റിയിൽ ഇന്ന ആൾക്കാരൊന്നുമില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്താ അതിൽ പ്രവർത്തിക്കണേ? ഞാൻ പറഞ്ഞ്, ഞാൻ ആ കമ്മിറ്റിക്കാരെ കണ്ടല്ല പ്രവർത്തിക്കണേ, എൻ്റെ പ്രവർത്തനം അള്ളാൻ്റെ കൂലിക്ക് വേണ്ടിയാ, ആ അള്ള എപ്പോഴും ഇല്ലോണ്ട് ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പറഞ്ഞു. നമ്മളെ നിലപാടുകൾ അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്നത് അള്ളാൻ്റെ കൂലിക്ക് വേണ്ടി, അത് അള്ളാൻ്റെ പ്രീതിക്ക് വേണ്ടി. നമ്മൾക്ക് മനസ്സിലായ സത്യത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക. നമ്മളെ കൊണ്ടാവുന്ന ചിലപ്പോൾ ചെറിയ ഒരാളെ കൊണ്ട് ഒരു മെസ്സേജ് വിടാനേ കഴിയുള്ളൂ, ആയിക്കോട്ടെ. ചിലപ്പോൾ ഒരാളെ കൊണ്ട് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റും, ആയിക്കോട്ടെ. ചിലപ്പോൾ ഒരാളെ കൊണ്ട് അയൽക്കാരനോട് അയ്യോ പോരുന്നോ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് വിളിക്കാൻ പറ്റും, ആയിക്കോട്ടെ. വന്നോളണമെന്നില്ല, വിളിച്ചോട്ടെ, എന്തായിക്കോട്ടെ. നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ആ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. നമ്മൾ ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ, നമ്മൾ വിട്ടു നിന്നാൽ ആർക്ക് സഹോദര നഷ്ടം? ആർക്ക് നഷ്ടം? നമ്മക്കല്ലാതെ ഈ ലോകത്ത് ആർക്കാ നഷ്ടം? അതുകൊണ്ട് ഇത്തരം ധാർമ്മികതയുടെ ഒരു വലിയ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിന്നതിൻ്റെ ദുരന്തമാണ് ഈ അധാർമികതയുടെ പതർച്ച, അതിൻ്റെ ഈ പകർപ്പ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അവിടെ അങ്ങനെ ആയോലോ, ഇവിടെ കുട്ടികൾ ഇങ്ങനെ ആയോലോ, അവിടെ അങ്ങനെ ആയോലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അത്ഭുതപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് എൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറവുകൊണ്ടല്ലേ. ഞാൻ ചെയ്യേണ്ടത് ചെയ്തോ, ഞാൻ പ്രവർത്തിക്കേണ്ടത് പോലെ പ്രവർത്തിച്ചോ, അധാർമികതയ്ക്കെതിരെ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ശബ്ദമുയർത്തിയോ ചെയ്തോ? റസൂൽ പറഞ്ഞില്ലേ, മൻ റാ മിൻകും മുൻകറൻ, ഒരു തെറ്റ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താ ആദ്യം എന്താ വേണ്ടി? ഫൽ യുഗയ്യിർ ബിയദിഹി, കൈകൊണ്ട്. നമ്മളെ കുട്ടിയാണ് ഓണ്ട് പീഡിയക്കൊലയുമെന്ന് സിഗരറ്റ് വലിക്കണ്, ഒറ്റ ഒന്നും കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണം. കൈയോണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടയണം എന്നാ പറഞ്ഞേ, തടയണം എന്നാ പറഞ്ഞത് അല്ലേ? 10 വയസ്സായിട്ട് നമ്മുടെ കുട്ടി നിസ്കരിക്കണില്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കേണ്ടി വരും. അവിടെ കരുണയും സ്നേഹവും, ഞാനെങ്ങനെ അടിക്കുക, എൻ്റെ മോനെ അടിക്കാമെന്ന് തോന്നിയില്ല എന്ന് പറയലും നന്മയല്ല. അവിടെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കണം. ഇനി ശിക്ഷിക്കാനൊന്നും പറ്റൂല, കുട്ടികളൊക്കെ വലുതായി. അല്ലെങ്കിൽ നമുക്ക് ശിക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം, ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ അതിനൊക്കെ എതിരാണ്. അപ്പോൾ പിന്നെന്താ ചെയ്യേണ്ടേ? ബിലിസാനി, നാവുകൊണ്ട് പറയണം, അത് തെറ്റാണ്, അത് ചെയ്യരുത്, നാവുകൊണ്ട് പ്രതിരോധിക്കണം. ഇനി നാവുകൊണ്ടും പറയാൻ പറ്റൂല, നമ്മൾ പറഞ്ഞാൽ ആരും കേൾക്കൂല, നമ്മുടെ ശബ്ദം ആരും ശ്രദ്ധിക്കൂല, നമ്മുടെ ശബ്ദത്തിന് പ്രസക്തിയില്ല എങ്കിലെന്താ വേണ്ടിയേ? ഫബിഖൽബി, ഹൃദയം കൊണ്ട്. കല്യാണത്തിനൊക്കെ പോയിട്ടേ എന്താ കല്യാണം, എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് അവിടെ ഡാൻസ്, എന്തൊക്കെയാണ് മനുഷ്യന്മാരെ കൊണ്ട് പറയാൻ പറ്റൂല, സമുദായത്തിൻ്റെ ഒരു പോക്കൈ എന്നൊക്കെ പറഞ്ഞ് സമുദായത്തിനെ കുറ്റം പറയുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടേ? നിങ്ങൾക്കറിയോ, പണ്ട് കുറ്റിപ്പുറം മുജാഹിദ് സമ്മേളനം നടക്കുന്ന കാലത്താവുകൊണ്ട് സ്ത്രീധനത്തിനെതിരെ ശക്തമായ പോരാട്ടം നടക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? പഴയ ആൾക്കാർ ആ കാലത്ത് കുറ്റിപ്പുറം സമ്മേളനത്തിൻ്റെ കാലത്തുള്ള ആൾക്കാർക്ക് അറിയാം. അന്ന് സ്ത്രീധനത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നമ്മൾ നടത്തുന്ന കാല മുജാഹിദ് പ്രസ്ഥാനം. ഈ സ്ത്രീധനം നിരോധിക്കണം, അത് തെറ്റാണ്, വാങ്ങരുത് ഒക്കെ പറയുന്ന കാലം. അന്ന് ഈ കുറ്റിപ്പുറം സമ്മേളനം കഴിഞ്ഞ് വന്നപ്പോഴേ, അന്നൊക്കെ ഞാനൊക്കെ കുട്ടിയാട്ടോ, സമ്മേളനത്തിന് പോയിട്ടില്ല, എൻ്റെ വാപ്പ പോയി. ബാപ്പൊക്കെ പോയി വന്നപ്പോൾ 2 സ്റ്റിക്കർ എൻ്റെ വാപ്പ കൊടുത്തിട്ട്, അതിൻ്റെ വീടിൻ്റെ ഒക്കെ ചുമര് ഈ തഴുതൽ കൊണ്ട് ഉണ്ടാക്കിയ തഴുതൽ. നിങ്ങൾക്ക് എന്താ തഴുതൽ? എനിക്ക് തഴുതൽ പറഞ്ഞാൽ എന്താ അറിയാം? വലിയ മുളകൾ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഷീറ്റ് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ മറച്ച ചുമര. നമ്മളെയൊക്കെ ചുമര് മൺചുമര് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തഴുതലിൻ്റെ ചുമരുകളാണ്. ഉള്ളിൽ കൂടെ നോക്കിയാൽ പുറത്തേക്കും കാണും, പുറത്തു നോക്കിയാൽ ഉള്ളിലും കാണും, അങ്ങനത്തെ ചുമര. അപ്പോൾ ആ വീടിൻ്റെ തഴുതലിൻ്റെ ചുമരിൽ എൻ്റെ വാപ്പ രാവിലെ ഞങ്ങളൊക്കെ കാണേ ഒരു സ്റ്റിക്കർ, അതിൻ്റെ ബാക്കിലത്തെ പേപ്പർ പറിച്ചിട്ട് ആ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് കറുത്ത പ്രതലത്തിൽ വെളുത്ത അക്ഷരം. എന്താ അറിയോ? സ്ത്രീധനം അനിസ്ലാമികം, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പോസ്റ്റർ? അങ്ങനെ ഒട്ടിച്ച്. അത് കഴിഞ്ഞിട്ട് ബാപ്പ 2ാമത്തെ സ്റ്റിക്കർ കൊടുത്ത്, അതിൻ്റെ അപ്പുറത്ത് ബാപ്പ 2ാമത്തെ സ്റ്റിക്കർ ഒട്ടിച്ച്. എന്താ നിങ്ങൾ? സ്ത്രീധനം വാങ്ങുന്ന വിവാഹത്തിന് ക്ഷണിക്കരുത്. തൻ്റെ ഇടമുള്ള ഒരു പ്രഖ്യാപനം. എൻ്റെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടേ അയിമക്ക് ഇങ്ങനെ നോക്കിക്കാണ്ടേ, എന്നാ കുഞ്ഞാക്ക, എന്നാ ഞങ്ങളെ വിളിക്കണില്ല, മകൻ്റെ കല്യാണം കിട്ടോ, ഇതിപ്പോൾ അതൊക്കെ കണ്ട സ്ഥിതിക്ക് വിളിക്കണില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തലയും താഴ്ത്തി പോണേ ഞാൻ കണ്ടിക്കണം. എന്തേത്? അതൊരു ആർജവേ. നിങ്ങൾക്ക് ആർജവുണ്ടോ?
അങ്ങനത്തെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ പോകില്ല അറിയാം. തലേന്ന് രാത്രി അവിടെ പൂരപ്പറമ്പ് പോലെ ഇനി കല്യാണപ്പറമ്പിൽ എന്നറിയുമ്പോൾ എന്നാ നാളെ ആ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയാനുള്ള ആർജവം. പിറ്റേന്ന് കല്യാണക്കാരൻ കാണുമ്പോൾ എന്താ എൻ്റെ കല്യാണത്തിന് വരാൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എനിക്ക് വയറുവേദനയൊന്നുമല്ല, എൻ്റെ പെരിയിലാ തോന്നിയാസൊക്കെ നടന്നിട്ടേ അതിൻ്റെ പങ്ക് പറ്റാൻ ഞാൻ വരൂല, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞ് എന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്ക് ആർജവമുണ്ട്. അങ്ങനെ ഒരു ആർജവമുള്ളവരായി നമ്മൾ മാറിയാൽ നമ്മുടെ സമൂഹം എത്ര പെട്ടെന്ന് മാറും അല്ലേ? അപ്പോൾ അധാർമികത പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ പോലീസും കോടതിയൊന്നുമല്ല. ആരാണ്? നമ്മളാണ്. ചെയ്യേണ്ട ദൗത്യം നിർവഹിക്കാതെ ഒളിഞ്ഞിരുന്ന് കണ്ണാടി നോക്കി കുറ്റം പറയാൻ മാത്രം പഠിച്ചവർക്ക് അധാർമികതയെ കുറ്റപ്പെടുത്താൻ എന്താ അധികാരമുള്ളത്? എന്താ അവകാശമുള്ളത്? സ്വന്തം മക്കളെ കാര്യത്തിൽ പോലും നമ്മുടെ മക്കൾക്ക് വേണ്ടാത്ത വസ്ത്രങ്ങൾ നമ്മളല്ലേ വാങ്ങിക്കൊടുത്ത്? നമ്മുടെ മക്കൾ വേണ്ട കാര്യങ്ങൾക്ക് കല്യാണത്തിന് പോകുമ്പം മോൻ ബെൻഡില്ല അറിഞ്ഞാൽ എടാ വാടാ നല്ല ചോറുണ്ടാകും, ഈ പോര്, ഈ ഇവിടെ ഇരുന്നാലും ഇവിടുത്തെ കഞ്ഞി കുടിക്കണ്ടേ, പോര് ചെയ്ത് പറഞ്ഞ് മകനെ വലിച്ചു കൊണ്ടുപോകണം അമ്മയും ബാപ്പയും. എന്തേ പള്ളിക്കൊക്കെ പോകുമ്പോൾ വലിക്കാഞ്ഞ് നിസ്കരിച്ചാൽ പോരില്ലേ? ഇല്ല, എന്നാൽ വാതിലടച്ചട്ടോ ഞങ്ങൾ പോയി വരാം എന്ന് പറഞ്ഞ് പോകല്ലാതെ എന്തേ ഓനെ നമ്മൾ പള്ളിക്കൊക്കെ വലിച്ചുകൊണ്ടിരാഞ്ഞ്? 3 മീറ്റർ കൊണ്ട് പർദ്ദി, പിന്നെ അതിൻ്റെ മേലെ 4 മീറ്ററിൻ്റെ മഫ്തിയിട്ട് 45 വയസ്സ് കഴിഞ്ഞ അമ്മ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ 25 സെൻറ്റിമീറ്ററിൻ്റെ ബ്ലൗസ് ഇട്ട് മോള് നടക്കുമ്പോൾ ആ ഉമ്മ എപ്പോഴെങ്കിലും പറഞ്ഞോ ഇത് മോശാട്ടോന്ന് പറഞ്ഞോ? ഓ നല്ല ചൊറുക്കുണ്ട്, എന്താ എന്നെ കാണാൻ ചൊറുക്ക്, അപ്പുറത്തോളത്തരൊന്നും ചൊറുക്കില്ല, അനക്കെന്നെയാ ചൊറുക്കുള്ള പറഞ്ഞാണ്ട് ഓളങ്ങനെ മേപ്പെട്ട് കയറ്റി വെക്കാനല്ലാതെ ഇത് മോശമെന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നിയോ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? അപ്പോളേ ചെയ്യേണ്ടത് ചെയ്യാതിരുന്ന ഇതൊരു വിമർശനമായിട്ട് തന്നെ കൂട്ടിക്കൂടി. നിങ്ങൾക്ക് ഇപ്പം ഇപ്പം എന്നോട് മൂപ്പര് വന്നിട്ട് ചീത്തല്ല, ഞാൻ ഇന്നടക്ക ചീത്തറിയണേ. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ പോയപ്പോൾ ആ ശൂന്യതയിലേക്കാണ് ഈ തിന്മകൾ പടർന്ന് കയറിയത്. അതില്ലാതാവാൻ എന്താ മാർഗം? നമ്മളൊക്കെ ഈ റബ്ബറൊക്കെ കുഴിച്ചിടുമ്പോഴേ അവിടെ നിറയെ ഈ ചെടികൾ മുള്ളൊക്കെ വളർന്ന് ആകപ്പാടെ കാടാവുമ്പോഴേ ആ മുള്ളിനെ പ്രതിരോധിക്കാൻ വേണ്ടി പയറ് പതറും. ഇവിടെ കണ്ട സംസ്ഥാനം ആ പയറ് ചെടി പടർത്തിയാൽ ആ പയറ് കെട്ട് പടർന്നാൽ വേറൊരു സാധനം പടരിലോടെ. അതേപോലെ നന്മയുടെ പയറ് വിത്തുകൾ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വെതറാൻ നമുക്ക് പറ്റണം. നമ്മൾ പ്രവർത്തിച്ചാൽ മതി. അതിൻ്റെ റിസൾട്ട് പടച്ചോനെ തരാം. എങ്ങനെ? ബദർ യുദ്ധത്തിൽ 300 ആളുകളോട് 1000 ആളുകളോട് 300 ആൾക്കാർ പൊരുതിയപ്പോൾ എന്തായി? ജയിച്ചു. അതേ ബദരീങ്ങൾ പിറ്റത്തെ കൊല്ലം 3000 ആൾക്കാരോട് 1000 ആൾക്കാർ പൊരുതിയപ്പോൾ എന്തായി? തോറ്റു അല്ലേ? ബദർ യുദ്ധത്തിൽ 14 മുസ്ലിങ്ങളും 70 ശത്രുക്കളും മരിച്ചെങ്കിൽ പിറ്റത്തെ കൊല്ലം നടന്ന ഉഹദ് യുദ്ധത്തിൽ 14 ശത്രുക്കളും 70 മുസ്ലിങ്ങളും മരിച്ചു. ചരിത്രം കണ്ട് കീഴ്മേൽ മറിഞ്ഞു അല്ലേ? അപ്പം റിസൾട്ട് നമ്മളെ വകയല്ല, റിസൾട്ട് പഠിച്ചോനാ. നമുക്ക് എന്തേ ഉള്ളൂ? കയ്യും പോലെ ഇപ്പം ഇരിക്കണ എല്ലാവർക്കും ഒരേപോലെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവരുടേതായ പരിമിതികളുണ്ടാവും, അവരുടേതായ കഴിവുകേടുകളുണ്ടാവും, അവരുടേതായ സ്വാതന്ത്ര്യക്കുറവുകളുണ്ടാകും, അവരുടേതായ സാമ്പത്തിക ആയിക്കോട്ടെ. ആവും പോലെ, കഴിയും പോലെ, പറ്റും പോലെ ധാർമ്മികതയുടെ കൂടെ നിൽക്കുക അല്ലേ? എന്നിട്ട് പ്രവർത്തിക്കുക. അതിൻ്റെ കൂലി നമുക്ക് കിട്ടും തീർച്ചയായിട്ടും. അള്ളാൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്തിക്കണോ അതിൻ്റെ കൂലി കിട്ടും. അത് പല കാരണം പറഞ്ഞ് സാധാരണ പറയാറുണ്ടേ, ചെയ്യാതിരിക്കാൻ വേണ്ടി പല കാരണവും പറയാം. നമുക്ക് കാരണമല്ല വേണ്ടി, നമുക്ക് റിസൾട്ടാണ് വേണ്ടി. എന്താ വരാൻ? ഞാൻ അല്ല, അവിടെ കണ്ട ഓല അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി, ഞാൻ അല്ല. ഓലെല്ലാം പാടെ നന്നാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ലോകത്തെ മനുഷ്യന്മാരൊക്കെ നന്നായിട്ട് ഞാൻ നന്നായിക്കോളാം വിചാരിച്ചാൽ ഈ ലോകത്ത് ആർക്കാ നന്നാവാൻ പറ്റുക? അപ്പോഴേ ആർക്ക് വേണ്ടിയും കാത്തിക്കണ്ട. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഉള്ളിലേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് ഇങ്ങോട്ട് വരുമോയെന്ന് ഒരാൾക്കും ഉറപ്പില്ല കേട്ടോ, ഒരാൾക്കും ഉറപ്പില്ല. അത്രയേ ഉള്ളൂ. നമ്മളെ ശ്വാസം നിലച്ചാൽ ബാക്കിയുള്ളവർ നോക്കിക്കുമ്പോൾ നമുക്ക് തോന്നും പടച്ചോനെ എനിക്ക് ഓല അത്രയൊന്നും പ്രായമില്ലല്ലോ, എന്നിട്ട് ഓല മുമ്പ് ഇന്നെ കൊണ്ടുപോവുക എന്നൊന്നും ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഓരോരുത്തരും ഇൻഡിവിജ്വലാണ് അള്ളാൻ്റെ അടുത്ത്. അള്ള വിളിക്കുമ്പോൾ ഇവിടെ അങ്ങനെ പെടലതാ കല്ലമ്പലത്ത് മഹല്ലത്തെ ആൾക്കാരൊക്കെ വരും, കല്ലമ്പലം മഹല്ലത്തെ ആൾക്കാരൊക്കെ വരും. മോനെ എടാ ഓക്കെ നോക്കി ഒറ്റ മിനിറ്റ്, ഞാൻ ഇജാതി കാര്യം പറയുമ്പോൾ നിങ്ങൾ ഈ പഴംപൊരിയായിട്ട് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കുക. അടുത്തേക്ക്
അതിൻ്റെ ഒരു ഫ്ലോ നിന്ന് പോയാൽ തിരിച്ചിട്ടാൻ പറ്റും. അതെ, എന്താ അപ്പം എന്താ പറഞ്ഞത്? കല്ലമ്പലം മഹല്ല്. കല്ലമ്പലം മഹല്ലത്തെ ആൾക്കാരൊക്കെ എങ്ങോട്ട് വരും? എല്ലാവരും ഏത് കൊല്ലം ആ 2020 കാലത്തൊക്കെ ജീവിച്ച കല്ലമ്പലത്തെ ആൾക്കാർ. അപ്പം നമ്മളെല്ലാവരും പോയിട്ട് അവിടെ നിന്ന്. ആരാ പ്രസിഡന്റ്? പ്രസിഡന്റാ ഞാനാണ് പഠിച്ചോനെ പ്രസിഡന്റ്. ഈ ആൾക്കാർക്ക് എങ്ങനെയാ ഉഷാറാണ്. മെമ്പർഷിപ്പൊക്കെ ഉണ്ട്, പരിശീലനമൊക്കെ തരാറുണ്ട്, സമ്മേളനത്തിനോ പോകാറുണ്ട്, കല്യാണമൊക്കെ അറിയിക്കാറുണ്ട്, പള്ളിക്ക് വെള്ളിയാഴ്ച എന്നും വന്ന് നിലവിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ആൾക്കാർ ഉഷാർ. എന്നൊരു കാര്യം ചെയ്യ്, ഒച്ചുണ്ടാക്കാതെ സ്വർഗത്തിക്കാണ് പോയിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചോ കയറ്റി വിടുന്ന ഞങ്ങൾ വിചാരിച്ച് ഓരോരുത്തരെ വിളിച്ചിട്ട് ഒരു പരിഭാഷകനില്ലാതെ അള്ളാൻ്റെ മുമ്പിൽ നേരെ നിർത്തിയിട്ട് പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ ശ്വാസോച്ഛ്വാസം മുതൽ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തോ അതൊക്കെ മുടിനാഴിഴ കീറിയിട്ട് ഇങ്ങോട്ട് പരിശോധിക്കും. ഈ കൈ പറയുന്ന അങ്ങനെ ചെയ്തിക്കണെന്ന്, ഈ കാല് പറയുന്ന അങ്ങനെ ചെയ്തിക്കണെന്ന്, ഈ തൊലി പറയുന്ന അങ്ങനെ ചെയ്തിക്കണെന്ന്. ഈ നാവ് പാവം കളവ് പറയാൻ ശ്രമിക്കും, പക്ഷെ അനക്കാൻ കഴിയില്ല, നാവിനെ പൂട്ടിയിടുന്ന. ബാക്കിയൊക്കെ അങ്ങനെ ഒരു വിചാരണ വരാണ്ട്. ആ ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധവും വളർത്തിയെടുക്കുക എന്നതല്ലാതെ പോലീസിനെ കാണിച്ചിട്ടോ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ, കുറ്റവാളികളായ ആളുകൾ പോലീസിനെ തെരുവിൽ ചോദ്യം ചെയ്യുക, പോലീസുകാരെ എതിർക്കുക, പോലീസുകാരെ ചോദ്യം ചെയ്യുക, പോലീസുകാരെ അടിപിടി ഉണ്ടാക്കുക, തള്ളുക, പോലീസുകാർ പിടിച്ചാൽ പോലും കൊതറി മാറാൻ ശ്രമിക്കുക, പോലീസുകാരെ തെറി പറയുക. അതിൻ്റെ അർത്ഥം എന്താ? നീതി നിയമ സംവിധാനങ്ങളെപ്പോലും അട്ടിമറിക്കുന്ന രൂപത്തിൽ അധാർമികത സ്വാധീനം നേടുന്ന കാലം. എന്താ ചെയ്യാനുള്ളത്? ഒറ്റ പരിഹാരം. ലോകത്ത് ഇന്നുവരെ ഉണ്ടായ മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ മനസ്സിൽ തോന്നുന്നതൊക്കെ ചെയ്യുക, ഒരു തടസ്സമല്ല, ഒരു പേടിയില്ല, തോന്നിയ പോലെ ജീവിക്കുക. ഓല സങ്കേതം നരകൈക്കാരം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പടച്ചോനെ ഈ ചെയ്തതിൻ്റെ പേരിൽ ജനകോടികളുടെ മുമ്പിൽ എൻ്റെ വാപ്പ, അമ്മ, മക്കള്, ഭാര്യ, ഭർത്താവ്, കൂട്ടുകാർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ ഓലൊക്കെ നോക്കി നിൽക്കേ അള്ളാന്റെ കോടതിയിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടുമല്ലോ എന്ന പേടി മനസ്സിലുണ്ടാവുകയും എല്ലാം തോന്നിയത് ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരാൾക്ക് പറ്റുകയും ചെയ്താൽ ഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അനശ്വരമായ സ്വർഗം അള്ളാഹു അവന് കൂലി കൊടുക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഈമാനികമായ കരുത്തോടുകൂടി അത് നിർവഹിക്കുവാനുള്ള ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ, അമാനത്തുകളെ സത്യസന്ധമായി നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കൊടിയ തിന്മകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. താങ്ങാനാവാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ രോഗത്തിൻ്റെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് അപകടകരമായ സാഹചര്യങ്ങളിലാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ വളർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.